ശ്രീമദ് ഭാഗവത സപ്താഹത്തിനും എല്ലാ മഹാഭക്തങ്ങളും ഇന്ന് ആരംഭിക്കുന്നു. ഗുരുവായൂരിൻ്റെ മഹാനഗരം കൊണ്ട് നമ്മളെ മഹാനഗരത്തിൽ നമ്മളെ മുന്നോട്ടുകൊണ്ട് അവരുടെ സ്വാമിയുടെ അദ്ദേഹമാണ് ഈ ദിവസങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കുന്നു. പ്രവാസമാണ് നടത്താൻ പോകുന്നത്. എല്ലാ ദിവസവും സായന്ത്രയ്ക്ക് ശേഷം പ്രവാസം ആരംഭിക്കുന്നു. എല്ലാവരും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭക്തന്മാർക്ക് അറിയിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഓൺലൈനായിട്ട് എല്ലാവരും ഏൽപ്പിക്കുന്നു. എല്ലാവരും സശ്രദ്ധം കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു.
ഭാഗമായിട്ട് അത് ഈ മാസത്തിൽ നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. എത്രയും ദൂരെ ഇരിക്കുന്ന ആളുകൾക്ക് കാണാൻ കേൾക്കാനുള്ള സൗകര്യം ഒരു ദോഷമുണ്ടെങ്കിൽ മറ്റൊരു ഗുണമാണ്. കരികാലത്തെ കുറിച്ച് പറഞ്ഞു. കലേ ദോഷവിധേയാതി അസ്ഥിക്ഷേപോ മഹാത്മാ. കരികാലത്തിന് വലിയ അനവധി ദോഷവിധിയാണ്. എല്ലാ ദോഷങ്ങളുണ്ട്. പക്ഷേ വലിയൊരു ഗുണം എന്താണ്? നാമോച്ചാരണം കൊണ്ട് തന്നെ മറ്റ് യുഗങ്ങളിലെ വലിയ വലിയ സാധനങ്ങൾ അനുഷ്ഠിച്ചാൽ കിട്ടുന്നത് നാമോച്ചാരണം കൊണ്ട് കിട്ടും. അതാണ് കല്യാണത്തിന്റെ എത്ര ദോഷമുണ്ട്. അതുപോലെ ചില ചില കാര്യങ്ങളാൽ എല്ലാവർക്കും ഒന്നിച്ച് കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് അത് കേൾക്കാൻ സൗകര്യം. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് കേൾക്കാൻ മറ്റൊരു സൗകര്യം. അതാണ് ഒരു ദോഷമുണ്ടെങ്കിൽ ഗുണമുണ്ടാകുന്നത്. ആ ഗുണമുണ്ട് എത്രയോ ആളുകൾ എവിടെല്ലാം ഈ ലോകത്തില് ഈ ഭൂഗോളത്തിന്റെ ഉപരിതലത്തില് ആരെവിടെ ഇരുന്നിട്ട് പറഞ്ഞാലും അത് മുഴുവൻ കേൾക്കാൻ ഒരു ചക്രവർത്തി ചോദിക്കേണ്ടായി. കർണായുധമേഷമേ വരാ. എല്ലാ ദിക്കിലും പോയി കേൾക്കാൻ കഴിയുന്നില്ല. അതുപോലത്തെ പാടും ദൂരം ദൂരം ദേശത്താവും. അപ്പൊ അതൊക്കെ ഇവിടെ ഇരുന്ന് കേൾക്കാനാണ്. അതിന് കാതുകൊണ്ട് 10,000 കാതിന്റെ ശക്തി വേണമെന്നാണ് പൃഥ്വി ചക്രവർത്തി പരമാണിച്ചത്. ആ ഭഗവാൻ അന്ന് ആ പൃഥുവിന് കൊടുത്തു. ഇപ്പോൾ നമുക്ക് പറഞ്ഞില്ല. ഭക്തന്മാരെ പഠിച്ചു വെച്ചാൽ ആ ആത്മഭക്തന്മാ ഭഗവാൻ നമുക്ക് ലോകത്തിന് മുഴുവൻ കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് എവിടെ ഇരുന്നാണ് ഭഗവത്ഗീത പാടിയാലും അത് കാണാനും അവിടെ കാതിന്റെ ശക്തി മാത്രമേ പൃഥ്വി ചോദിച്ചുള്ളൂ. ഇവിടെ കണ്ണിന് കൂടി അത് ശക്തിയാണ്. കാണാനും കണ്ടും കേൾക്കാനും ഭഗവാന്റെ തന്നെ ഒരു ശക്തി. അതാണ് ഇപ്പോ പ്രത്യക്ഷമായിട്ട് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബന്ധം. അതിൽ പക്ഷേ ഏറ്റവും വിശേഷമായ ഭാഗവതം. ആദ്യമായിട്ട് ഉപദേശിക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ആദ്യമായിട്ട് ഉപദേശിക്കുന്നത് ഭഗവാൻ തന്റെ രൂപം മറിച്ചു കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞപ്പോൾ ശിവബ്രഹ്മർഷിയാണ് ഭഗവാൻ തന്റെ രൂപം മറിച്ചു കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞു. പിന്നെ കുറേ കാലത്തേക്ക് സംവാദമായിട്ടോ ഒന്നും ഉണ്ടായില്ല. കാരണം വായിക്കുന്ന സജ്ജനങ്ങളൊന്നുമാണ്. എല്ലാവരും കൂടി ഇരുന്നൊരു സംവാദം ഇവിടെ 200 വർഷം കഴിഞ്ഞിട്ടാണ്. അതാണ് ഗോവർദ്ധൻ എന്നൊരു മഹാത്മാവ് രവികെട്ടാന്റെ ബ്രഹ്മകാര്യത്തിന് വേണ്ടി ഒരു സംവാദം നടത്തി. പക്ഷെ അത് വേണ്ടത്ര ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. അത് കാരണം അവർക്ക് വേണ്ടി ഒരു സംവാദവും നടത്തി. എല്ലാവരും ശ്രദ്ധിച്ചു. അവർക്ക് എല്ലാവർക്കും ധർമ്മശേഷനെ വേണ്ടി വൈകുണ്ഠ രോഗം കണ്ടു. എന്താ വൈകുണ്ഠ രോഗം? മനസ്സിന് കണ്ടത ഇല്ലാത്ത ഒരവസ്ഥ. വേറെ എവിടെ ഒരു രോഗമൊന്നുമില്ല. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് നേടാം. അതൊക്കെ ഭഗവാനെ കുറിച്ചൊന്ന് സ്മരിക്കുക. ആരെങ്കിലും സജ്ജനങ്ങൾ ധർമ്മക്കഥകൾ പാടുന്നെങ്കിൽ കാത് ഒന്ന് തുറന്നു വയ്ക്കുക. അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ വൈകുണ്ഠരോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ലോകത്ത് പിന്നെ ഒരു 30 വർഷം കഴിഞ്ഞപ്പോഴാണ് ഹരിദ്വാരത്തിൽ വെച്ച് സനകാദികളുടെ സഭ. അത് നാരദ മഹർഷിയുടെ അപേക്ഷ പ്രകാരം ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് പുഷ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെയൊക്കെയാണ് അപൂർവമായിട്ടാണ് സപ്താഹം നടന്നത്. പിന്നീടാണ് ധാരാളമായിട്ട് കലിയുടെ ദോഷങ്ങൾ അകറ്റാൻ ഗംഗാനദി പോലെ ഭഗവാന്റെ കഥയാകുന്ന ഭാഗവതമാകുന്ന ഗംഗാനദി മഹാത്മാക്കളുടെ മുഖത്ത് കൂടെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതാണ് അതിൻ്റെ പ്രത്യേകത. നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ശ്രീമദ് ഭാഗവതം ഇഷ്ടദേവതയെ വന്ദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ആരൊക്കെ പലർക്കും പലരാവും ഇഷ്ടദേവതകൾ. ചിലക്ക് ശിവനാവാം, ചിലക്ക് വിഷ്ണു ആവാം, ഗണപതി ആവാം, പലരും. എല്ലാ ദേവതമാർക്കും പറ്റുന്നതാണ് ഈ ആദ്യത്തെ ശ്ലോകം. എല്ലാവരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആദ്യത്തെ ശ്ലോകം 100ൽ കൂടുതൽ അർത്ഥം. ഒരാൾക്ക് സരസ്വതി ദേവിയാണ് ഇഷ്ടദേവത എന്നുണ്ടെങ്കിൽ അതിന് ഭാഗത്തിന് വ്യാഖ്യാനിക്കാം. ജന്മാദ്യസ്യേത എന്നുള്ള ശ്ലോകം. ഒരാൾക്ക് സാക്ഷാൽ പരബ്രഹ്മമാണെങ്കിൽ അതിനും പറ്റും. എങ്ങനെ വേണമെങ്കിലാവാം. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ. എല്ലാവരും വായിക്കും. മറ്റ് ചില പുരാണങ്ങളൊക്കെ അതാത് ദേവന്റെ അവിടെ വായിക്കും. ദേവി ഭാഗവതം ദേവീക്ഷേത്രത്തിൽ വായിക്കുക. ശിവപുരാണം ശിവക്ഷേത്രത്തിൽ എങ്ങനെയൊക്കെയാണ് കാണാറ്. ഭാഗവതത്തിന് അങ്ങനെയില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവരും അംഗീകരിച്ചാണ് ഭാഗവതം. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ ആ ഭേദബുദ്ധി കളഞ്ഞ് ശരിയായിട്ടുള്ള ജ്ഞാനം തരുന്നതാണ് ശ്രീമദ് ഭാഗവതം. അതിന് പറ്റിയ 12 ശ്ലോകം. സത്യം പരം ധീമഹി, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെ ഉപനിഷത്തില് ജ്ഞാനകാണ്ഡത്തില് അതിലെ വെച്ചുകൊണ്ടാണ് സത്യം, പരമമായിട്ട് സത്യത്തെ നമുക്ക് ധ്യാനിക്കാം എല്ലാവർക്കും. മറ്റെന്തൊക്കെ ധ്യാനിച്ചാലും ധ്യാനിച്ച് അവസാനം ഇവിടെയാണ് ചെന്നെത്തുക, ഈ പരമസത്യത്തിലാണ്. മറ്റൊക്കെ മാർഗങ്ങളാണ്, ഇതാണ് ലക്ഷ്യം. അതിനെ ധ്യാനിച്ചുകൊണ്ടാണ്. പിന്നെ വേദസാരമാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് കാണിക്കാൻ. എത്രയോ മന്ത്രങ്ങളുണ്ടെങ്കിലും അതിൽ വെച്ച് വിശേഷ ഒരു മന്ത്രമാണല്ലോ ഗായത്രി മന്ത്രം. ആ ഗായത്രി മന്ത്രത്തിൽ നിന്ന് ധീമഹി എന്നുള്ള ശബ്ദം എടുത്തു. ഭർഗോ ദേവസ്യ ധീമഹി എന്നുള്ള അത് വെച്ചുകൊണ്ട് അവസാനം ധീമഹി. ഇനി വേദാർത്ഥം ആണ് ഇതിൽ ചർച്ച ചെയ്യണമെന്ന് കാണിക്കാൻ, ആദ്യന്തം പ്രതിപാദിക്കണമെന്ന് കാണിക്കാനാണ് ജന്മാദ്യസ്യേത. വേദത്തിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ പല സംശയങ്ങളും വരും. അത് തീർക്കാനായിട്ടാണ് 555 സൂത്രങ്ങൾ 4 അധ്യായങ്ങളിലായിട്ട് വേദവ്യാസം നിർമ്മിച്ചിരിക്കുന്നത്. അക്ഷരങ്ങൾ കുറച്ച്, അർത്ഥങ്ങൾ വളരെയധികം. അതാണ് സൂത്രങ്ങൾ. അങ്ങനെ 555 വാക്യങ്ങളുണ്ട് 4 അധ്യായങ്ങളിൽ. ചതുരധ്യായി എന്ന് പറയും. അതിലത്തെ 2ാമത്തെ സൂത്രം എടുത്തു വെച്ചു. ജന്മാദ്യസ്യേതാന്ന് 2ാമത്തെ സൂത്രം. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ജ്ഞാനകാണ്ഡത്തിലെ തത്വങ്ങളാണ്, ജ്ഞാനകാണ്ഡമാണ് ഇതിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യണമെന്നത്. ഉപാസനാകാണ്ഡത്തെ, ജ്ഞാനകാണ്ഡത്തെ 2 ഭാഗവതങ്ങളാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഒന്ന് ദേവി ഭാഗവതം, ഒന്ന് ഈ വിഷ്ണു ഭാഗവതം. 3ാമതൊരു ഭാഗവതം ഇല്ല. ഒക്കെ ഇതിൽ നിന്നുണ്ടായതാണ്. ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സംസ്കാരം കൊണ്ട് ഭഗവാനെ കുറിച്ച് പറയുന്നതൊക്കെ ഭാഗവതമാണ്. പക്ഷെ ഇതിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. വ്യാസഭഗവാനാണ് അതിൻ്റെ ആദി ആചാര്യൻ. ദേവി ഭാഗവതമാകുമ്പോൾ കർമ്മകാണ്ഡത്തിന് അധികമായിട്ടും കുറച്ചൊക്കെ ഉപാസനാകാണ്ഡത്തിൽ ഇതാണ് വ്യാഖ്യാനിക്കുന്നത്. ഈ ഭാഗവതം അങ്ങനെയല്ല, ഉപാസനാകാണ്ഡത്തെ ജ്ഞാനകാണ്ഡത്തെ. അപ്പം അത് 2 കൂടി ചേർന്നുണ്ടെങ്കിൽ മുഴുവനായി. കർമ്മകാണ്ഡമായി, ജ്ഞാനകാണ്ഡം, ഉപാസനാകാണ്ഡം ഒക്കെ അതിൽ വന്നു. ഈ 2 ഭാഗവത്തിലാണ് ഇപ്പോൾ അത് ഭഗവാൻ വച്ചത്. 2ഉം 12 സ്കന്ധങ്ങൾ വീതം. അപ്പം അങ്ങനെയുള്ള ആ ജ്ഞാനകാണ്ഡത്തിൻ്റെ സാരമാണ് ഈ ഭാഗവതം സൂചിപ്പിക്കാൻ വേദാന്ത സൂത്രത്തിലെ ജന്മാദ്യസ്യേതാന്നും ഗായത്രി മന്ത്രത്തിൽ നിന്ന് ധീമഹി എന്നും എല്ലാം വിട്ടു ചേർത്തു. അങ്ങനെ ആദ്യത്തെ ഇഷ്ടദേവത ബ്രഹ്മദേവന് പോലും ഏതൊരു ഭഗവാനാണോ ഉപദേശിച്ചു കൊടുത്തത് ഭാഗവത. അത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ നമഃ.
ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് ബ്രഹ്മാവിന് ആ വേദസാരം സൃഷ്ടിയാദികൾ എങ്ങനെ വേണമെന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന ആ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതാണ്. അതൊക്കെ ഇത് ഇപ്പോൾ ഭഗവാൻ ഈ ഭാഗവത ഉപദേശമൊക്കെ ഉപനിഷത്തിലെ ജ്ഞാനകാണ്ഡത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് താല്പര്യം. അങ്ങനെ ആദ്യമായിട്ട് ഒന്നാമത്തെ ശ്ലോകത്തിലെ ഇഷ്ടദേവതാ വന്ദനം. നമ്മൾ എന്തൊരു കാര്യം തിരങ്ങുമ്പോഴും ഇഷ്ടദേവതയെ നല്ലോണം ധ്യാനിച്ചുകൊണ്ട് വേണം. അപ്പോൾ നമുക്ക് എല്ലാ ശക്തിയും തരും, നിർവിഘ്നമായിട്ട് അത് നടക്കും എന്നെല്ലാം അത് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഈ ഭാഗവതത്തിൽ എന്താ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞേക്കുന്നത്? ധർമ്മ, മനുഷ്യന്റെ പരമമായിട്ടുള്ള കർത്തവ്യം. പ്രോജ്ജിത കൈതവ, ഫലം ഉദ്ദേശിക്കാത്ത കർമ്മങ്ങൾ, ഭഗവാൻ പറഞ്ഞ പോലെയുള്ള കർമ്മങ്ങൾ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്തോളൂ എന്തായാലും എന്നുള്ള അനിഷ്കപടമായിട്ടുള്ള ആ ധർമ്മമാണ് ശ്രീമദ് ഭാഗവതത്തിൽ. സജ്ജനങ്ങൾ അനുഷ്ഠിച്ച് അതനുഷ്ഠിക്കുന്നവർക്കൊക്കെ തന്നെ നന്മ വരുന്ന അവരനുഭവിച്ചറിഞ്ഞ് അനുഭവത്തിൽ നിന്ന് പറഞ്ഞു നിൽക്കുന്നത്. നിർമ്മത്സരാണാം സദാ, നിർമ്മത്സരന്മാര്, മാത്സര്യ ബുദ്ധി ഇല്ലാത്തവർ. എന്താ മാത്സര്യ ബുദ്ധി? അന്യോൽക്കർഷം വിലോക്യാശു യഖിദ്യതി സമത്സരി. അന്യന്റെ നന്മ കാണുമ്പോൾ മനസ്സിന് സന്തോഷം തോന്നുന്നില്ലെങ്കിൽ അവന്റെ മനസ്സ് മത്സരഗ്രസ്തമാണ്, മത്സരം കൊണ്ട് മത്സരദോഷം കൊണ്ട് മലിനമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇതൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? അവനവനെ തന്നെ അവനവന് പരീക്ഷിച്ച് നോക്കി എന്തെങ്കിലും അവനവന് തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള മാർഗം പറഞ്ഞു തന്നെ. ഇത് കേട്ട് പഠിച്ച അവനവൻ്റെ മനസ്സിനെ സ്വയം പരീക്ഷിക്കും. അന്യന് എന്തെങ്കിലും ഒരു നന്മ വന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷം കൊള്ളുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുക. ഇല്ലെങ്കിൽ മനസ്സ് മലിനമാണ്, കൂടുതൽ പരിശ്രമിക്കുക, സന്തോഷിക്കാൻ. ഹൃഷ്ട പരർധ്യ, കശുവൻ പറയുന്നുണ്ട് അതിഥിയോട് പറയുന്ന സമയത്ത്, പ്രഹ്ലാദൻ ഒരു പുത്രനുണ്ടാവും, ഒരു പൗത്രനുണ്ടാവും നിനക്ക്. എല്ലാ ഗുണവും കഴിഞ്ഞിട്ടുള്ള ആളാണ് പ്രഹ്ലാദന്റെ കുറെ ഗുണങ്ങൾ. അതിലൊരു ഗുണ പറഞ്ഞത് ഹൃഷ്ട പരർധ്യ, പരന്റെ വൃദ്ധി ഐശ്വര്യം അത് കാണുമ്പോൾ ഹൃഷ്ടാഹ, അനേക ഗുണങ്ങളിൽ ഒരു വലിയ ഗുണമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചെടുത്താൽ നമ്മുടെ പോരായ്മകൾ സ്വയം പരിഹരിച്ച് സ്വയം ഉയരാനായിട്ട് പറ്റും. ഇതാണ് ശാസ്ത്രം ഉപദേശിക്കുന്നത്. അതിനാണ് ഒരു പ്രാവശ്യം കേട്ടോണ്ടാവില്ല, ശ്രവണ മനനം നിധിധ്യാസനം. സദാസേവ്യാ ശ്രീമദ് ഭാഗവതി കഥ നിരന്തരം ശ്രമിക്കൂ. ഒരു പ്രാവശ്യം കൊണ്ടാവില്ല. ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് കേട്ട് തൽക്കാലം ഒരു അല്പസമയം ഒരു പ്രകാശം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും വിഷയങ്ങൾ വന്നു. ചില ജലാശയങ്ങളിലൊക്കെ ധാരാളം പായലുകൾ ചണ്ടിയൊക്കെ വന്ന് കൂടിയിട്ടുണ്ടാവും. അത് കുറച്ച് കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് മുങ്ങി കയറാം. അല്പസമയത്തിനുള്ളിൽ വീണ്ടും അത് വന്ന് മൂടിയിട്ടുണ്ടാവും. അതുപോലെയാ കുറച്ച് സമയം പ്രകാശമൊക്കെ ഉണ്ടാവും, കഴിഞ്ഞ ആ വിഷയങ്ങൾ വന്ന് അതൊക്കെ മറന്നു. അത് പരിഹരിക്കാനാണ് എന്നേക്കുമായിട്ട് ജലാശയം ശുദ്ധീകരിക്കൽ പോലെയാണ് സദാസേവ്യാ ശ്രീമദ് ഭാഗവതി കഥ എന്ന് പത്മപുരാണം തന്നെ ആദ്യത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം. അപ്പം സജ്ജനങ്ങളെ രക്ഷിച്ച് ചെയ്യാൻ പറഞ്ഞ് അവരാചരിച്ച് കാണിച്ചു തന്ന ധർമ്മങ്ങളാണ് ശ്രീമദ് ഭാഗവതം. ഇതനുഷ്ഠിച്ചാലോ താപത്രയോന്മൂലനം, എത്രയൊക്കെ ദുഃഖം ഉണ്ടെങ്കിലും അതൊക്കെ 3 വകുപ്പിൽ പെടുത്തിയിട്ടുണ്ടവർ. ആധ്യാത്മികം, ആധിദൈവികം, അവധിഭൗതികം. ഇത് ഉന്മൂലനം, ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ അതില്ലാതാക്കാൻ ഈ ഭാഗവതത്തിൽ ആദ്യന്തം പറഞ്ഞ ധർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ പകർത്തിയാൽ മതിയെന്നാണ്. മുഴുവൻ എല്ലാവർക്കും ഒന്നും പറ്റില്ല. ഓരോരുത്തർക്ക് നഭ പതന്തി ആത്മസമം പദത്രിണ, എല്ലാ പക്ഷികൾക്കും ഒരുപോലെ ഉയരത്തിൽ പറക്കാൻ പറ്റിയെന്നറിയില്ല. അതിന് പറ്റുന്ന രീതിയിൽ പറക്കാം എന്ന കൂട്ടത്തിൽ കഴിയുന്നതും ജീവിതത്തിൽ പകർത്തിയാൽ അത്രയും നമുക്ക് അതുകൊണ്ട് നന്മയുണ്ടാവും എന്നാണ് അത് പഠിപ്പിച്ചത്. പിന്നീടാണ് ഈ ഭാഗവതം ഉള്ളപ്പോൾ നിങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളൊന്നും അന്വേഷിച്ച് പോകുന്നില്ല. ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ, ഇതിലിതൊക്കെയാ പറഞ്ഞേക്കണേ. കിം വാ പരൈഹി, മറ്റു വലിയ ഗ്രന്ഥങ്ങളൊന്നും നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ
ഈ ജന്മത്തിലെ പറ്റിയെന്ന് വരില്ല. 81,000 ചില്ലാൻ ശ്ലോകങ്ങൾ സ്കന്ദപുരാണത്തിൽ. ഇതൊക്കെ ആര് വായിച്ചു നിൽക്കണേ? ഗ്രന്ഥം കണ്ടിട്ടുള്ള ആൾ തന്നെ കുറവാകും. ഇതൊന്നും വേണ്ട. 1.25 ലക്ഷം ശ്ലോകമുള്ള മഹാഭാരതത്തിലെ ഒരു 700 ശ്ലോകമാണ് ഭഗവത്ഗീത. അതുപോലും വായിക്കാത്ത ആളുകൾ എത്രയുണ്ടാവും? വായിച്ച് മനസ്സിലാക്കാത്തത് ധാരാളം ഉണ്ടാവും. അതുകൊണ്ടാണ് മറ്റ് ഗ്രന്ഥമുണ്ടല്ലോ എന്നും നിങ്ങൾ ആരും പറയണ്ട. അതൊന്നും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ മുഴുവൻ സർവവേദേതിഹാസാനം സാരം സാരം സമുദ്രതം, അതിൻ്റെ ഒക്കെ സാരം എടുത്താണ് ശ്രീമദ് ഭാഗവതം നിർമ്മിച്ചത്. അതുകൊണ്ട് ഇത് മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ ഇതിലുണ്ട്. ധർമ്മ അർത്ഥ കാമ മോക്ഷാദികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയണോ അത് മുഴുവൻ സംഗ്രഹമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് കിട്ടി? നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ. അല്ലയോ ഭാഗ്യവാന്മാരെ എന്നാണ്. ഈ ഭാഗവതം കേൾക്കാൻ അവസരം കിട്ടിയ ആളുകളൊക്കെ ഭാഗ്യവാന്മാർ. അത് നിങ്ങൾ പാഴാക്കാതെ നിങ്ങൾ പാനം ചെയ്യുവിൻ. ക്ലേശമില്ലാന്ന് കാണിച്ചാൽ ആ പാനം ചെയ്യാൻ മതി. വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ മൂത്ത് പഴുത്ത പഴം, ഒരു പഴം എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരും. അതിൽ ചിലതൊക്കെ അപേക്ഷിക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ കുരു കളയേണ്ടി വരും, അതിൻ്റെ തൊലി കളയേണ്ടി വരും, പലതുണ്ട്. ഇതങ്ങനെയില്ല, ഒന്നും അപേക്ഷിക്കേണ്ടതില്ല. അർത്ഥവാദാദികളൊന്നും ഇതിലില്ലാ താല്പര്യം. ഇതാദ്യന്തം മധുരമായിട്ടുള്ളത്, ക്ലേശം കൂടാതെ അനുഭവിക്കാൻ പറ്റുന്നത്. അതാണ് പാനം ചെയ്യുവിൻ എന്ന് പ്രത്യേകമായിട്ട് പറയും. ഇത്രയൊക്കെ ആമുഖമായിട്ടൊന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ശ്രീമദ് ഭാഗവതം വെറും ഒരു പുരാണം മാത്രമല്ല, ഒരു വിശേഷം കൂടിയുണ്ട്. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കിരേണ ഭാഷിതം. മറ്റ് പുരാണങ്ങൾക്കൊന്നും ഈ ശാസ്ത്രം എന്നുള്ള വിശേഷണം കൊടുത്തില്ല. അത് ശ്രീമദ് ഭാഗവതത്തിന് മാത്രം. വേദങ്ങളും വേദത്തിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്ന ധർമ്മഗ്രന്ഥങ്ങളാണ് ശാസ്ത്രങ്ങൾ. അത് ഒരു വച്ച് വിശേഷമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ഈ ഓരോ യുഗത്തിൽ ഓരോ ശാസ്ത്രമാണ്. എല്ലാ യുഗത്തിലെ ആളുകൾക്ക് ബുദ്ധിശക്തി ഇതൊന്നും ഒരുപോലെയല്ല. ഈ കലിയുഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ശുഖബ്രഹ്മർഷി പാടിയ പാട്ടാണ് ഈ ശ്രീമദ് ഭാഗവതം. വേറെ വല്ലതുമില്ലേ? ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധൈ ന വിദ്യതേ. മനസ്സ് ശുദ്ധമായി നമുക്ക് ആനന്ദം അനുഭവിക്കണോ? ശ്രീമദ് ഭാഗവത പഠന ശ്രവണം പോലെ വേറെ യാതൊരു ഗ്രന്ഥമില്ലാതെ, മറ്റൊരു ഗ്രന്ഥം രണ്ടാമതൊന്നും പറയാനില്ലാതെ. യസ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം. ആണ് ഏകം. ഏകം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല എന്നാണ് താല്പര്യം. അഖിലശ്രുതിസാരം ഏകം. അധ്യാത്മദീപം, ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. ഇതൊക്കെയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ അപാര മഹിമ. അങ്ങനെയുള്ളതാണ് ഭാഗവതം എന്നൊക്കെ ആമുഖമായിട്ട് എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നൈമിഷാരണ്യം എന്നുള്ള പ്രദേശം, അവിടെ വച്ചാണ് ഈ പുരാണങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. സൂതൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. അവിടെ വലിയ സത്രമാണ്. അവിടെ സൂതൻ മാത്രമല്ല കഥ പറയാം, അവിടെ പണ്ഡിതന്മാർ പലരും ഇരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ചോദിച്ചാൽ അതിലാരെങ്കിലും ഒരാൾ പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനെ ഉദാഹരണങ്ങളൊക്കെ ദേവി ഭാഗവത്തിൽ പറഞ്ഞത്. അല്ലാതെ സൂതൻ മാത്രം പറയലല്ല, ആർക്കും പറയാം. സദസ്സിൽ അങ്ങനെയാണല്ലോ, വലിയ സദസ്സ് എന്തിനാ പണ്ഡിതന്മാരെ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ചോദിക്കാം. അപ്പോൾ അതിലെല്ലാവരും അറിവുള്ളവരാവും. അതിലൊരാൾ അതിന് ഉത്തരം പറയാനില്ല. ഇങ്ങനെ മതം സത്രമാകുമ്പോൾ അങ്ങനെയാണല്ലോ, പലരും ഓരോ പ്രഭാഷണം നടത്തും, ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർ വ്യാഖ്യാനിക്കും. അങ്ങനെയാണ് സത്രം. പല ആചാര്യന്മാർ അങ്ങനെ നൈമിഷാരണ്യത്തിൽ ഇരിക്കുന്നു. അവര് കുറേ ആൾക്കാർ ഒന്നിച്ചു കൂടി. ചില സ്ഥലങ്ങളൊക്കെ പ്രദേശങ്ങളൊക്കെ പുരാണങ്ങളിലൊക്കെ കാണാമെന്നുള്ളൂ. ഇപ്പം ചെന്ന് നോക്കിയാൽ ഒന്നും കാണാനുണ്ടാവില്ല. നൈമിഷാരണ്യം അങ്ങനെയല്ല. ഇന്നും അവിടെ ചെന്നാൽ എത്രയോ സത്സംഗങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. ഒരു അനവധി ഗൃഹങ്ങളുണ്ട് അവിടെ. ഒരു സ്ഥലത്താണെങ്കിൽ ഭഗവത്ഗീത വായിക്കുന്നുണ്ടാവും, വേറൊരിക്കൽ രാമായണമാവും, വേറൊരിക്കൽ വേറൊരു ഭാഷയിലുള്ള
ആ രാമായണമാവും, രാമചരിത മാനസമാവും വേറൊക്കെ വായിക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഓരോ എത്രയോ നൈമിഷാരണത്തില് അതാ പ്രത്യേകത. ഇന്നും കാണാം, ഒരു 10 ആള് പോയിട്ടുണ്ടെങ്കിൽ 10 ആൾക്ക് ഇരുന്ന് സത്സംഗം നടത്താനുള്ള ചെറിയ സ്ഥലമുണ്ട്. 50 ആളുണ്ടോ അവർക്കുള്ള സ്ഥലം ഉണ്ടാവും. ഇങ്ങനെ ഒരേ സമയത്ത് അസംഖ്യം സത്സംഗങ്ങൾ അവിടെ നടക്കുക. ഇത് ഋഷിമാര് ഇരുന്ന് ഭഗവാനെ ഭജിച്ചതിൻ്റെ പുണ്യമായിട്ടാണ് ഇന്നും നടക്കുന്നത്. അതാണ് പ്രത്യേകത. ഇന്നും പോയി എത്ര ആൾക്കാർ അവിടെ സപ്താഹം വായിക്കണോ, സത്സംഗം നടത്തണോ. ചിലപ്പോൾ അല്പസമയം ഇരുന്ന് അതിന് നേരം നിൽക്കാൻ സമയമില്ലെങ്കിൽ ഒരധ്യായം വായിച്ച് ഇവിടെ പോരുക. അങ്ങനെയെല്ലാം കാണാം, അങ്ങനെയെല്ലാം അവിടെ കാണാം. അതാണ് നൈമിഷാരണ്യം. ആ പ്രസിദ്ധ നൈമിഷാരണ്യത്തിലാണ് ഋഷിമാരെല്ലാം ഓടിയിരിക്കുന്നത്. അവരങ്ങനെ എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ? മഹാത്മാക്കൾ അവർക്ക് എന്തെങ്കിലും എനിക്ക് അത് വേണം ഇത് വേണം എന്നല്ല പ്രാർത്ഥിക്കുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഒരാൾ പോലും ദുഃഖിക്കരുതെന്ന. ഇങ്ങനെ എത്ര ആളുകൾ എവിടെയെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് ഭഗവാനെ ഭജിക്കാത്തവർക്ക് പോലും നന്മ വരുന്നത്. സ്വസ്ത്യസ്തു വിശ്വസ്യ, ലോകത്തിന് മുഴുവൻ ഖലഃ പ്രസീദതാം, ധ്യായന്തു ഭൂതാനി ശിവം മിഥോ ധിയ. പ്രാർത്ഥിക്കുക. ഇതുപോലെ എത്ര എത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടാണ് പ്രാർത്ഥിക്കാത്തവർക്ക് പോലും നന്മ വരുന്നത്. അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത്. പ്രഹ്ലാദനൊക്കെ പറഞ്ഞു, ശോചേ തതോ വിമുഖചേതസഃ. മനുഷ്യന്മം കിട്ടിയിട്ടും ഭഗവാനെ ഭജിച്ച് ആനന്ദം നേടാത്ത ആളുകളുണ്ടല്ലോ, മനുഷ്യന്മം പാഴാക്കുന്ന ആളുകൾ. അവരെ കുറിച്ചാണ് കേട്ടോ ഞാൻ ദുഃഖിക്കണേ. ശോചേ തതോ വിമുഖചേതസ, ഇന്ദ്രിയാർത്ഥമായ സുഖായ ഭരമുദ്വഹതോ വിമൂഢാൻ എന്നൊക്കെ അവിടെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നൈമിഷാരണ്യത്തിലെ ആളുകൾ വന്ന്, മഹാത്മാക്കൾ വന്ന് ലോക നന്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സദസ്സിലേക്കാണ് വന്നു ചേർന്നു ഈ പൗരാണികനായിട്ടുള്ള സൂതൻ ഉഗ്രശ്രവസ്. സൂതൻ കഥ പറയുന്ന ആള്. തേര് തെളിക്കുന്ന ആൾക്കും സൂതൻ എന്ന് പറയാറുണ്ട്, കഥ പറയുന്ന ആൾക്കും സൂതൻ എന്ന് പേര്. എന്താ, രണ്ടാളും ചെയ്യുന്ന പ്രവൃത്തി ഒരുപോലെ. അതുകൊണ്ടാണ് വാഹനം ഓടിക്കുന്ന ആള് ആരാണോ അതിൽ സഞ്ചരിക്കുന്നത് ആ ആളെ വഴി തെറ്റാതെ ലക്ഷ്യത്തിൽ കൊണ്ടാക്കണം. അങ്ങനെയാണല്ലോ വാഹനത്തിൽ കയറിയിരുന്നാൽ വാഹനത്തിന്റെ സാരഥിയുടെ ചുമതല അതാണ്. ലക്ഷ്യത്തിൽ കൊണ്ടാക്കണം, വഴി തെറ്റിപ്പോകാൻ പാടില്ല. അപ്പൊ സൂതൻ കഥ പറയണ ആളോ കഥകളിൽ കൂടെ ആ ശരിയായിട്ടുള്ള ധർമ്മബോധം ഉണ്ടാക്കി ആ ആളെ ലക്ഷ്യത്തിലെത്തിക്കണം. എന്നാലേ കഥ പറയുന്ന ആളാവും. കഥ എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളെ ഒരു വിശദീകരിച്ച് തരലാണ്, ഉദാഹരണം പറഞ്ഞു തരലാണ് കഥ. അപ്പൊ ആ കഥ കേൾപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? കേൾക്കുന്ന ആൾക്ക് ഇതാണ് കർത്തവ്യം, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യരുതാത്തത്, ഈ 2 ബോധം ഉണ്ടാവും. എന്നാലേ ആ കഥ പറഞ്ഞ ആളാവും. രോമഹർഷണൻ കഥ പറയുമ്പോ കുറച്ചു നേരം ഒന്ന് കേട്ട് നിന്നു ബലരാമസ്വാമി. അപ്പൊ അത്ര ശരിയായില്ല ഉദാഹരണം പറയലെന്ന് തോന്നി. കേൾക്കുന്നവർക്ക് ധർമ്മബോധം വേണ്ടത്ര ഉണ്ടാവില്ല എന്ന് തോന്നി. എന്നിട്ടാണ് ആ ആളെ അവിടെ നിന്ന് മാറ്റി പുത്രനെ അവിടെ ഇരുത്തിയത്, ഉഗ്രശ്രവസിനെ അവിടെ ഇരുത്തി. ആ ആളെ മാറ്റി അവിടെ. ഇങ്ങനെ അപ്പൊ കഥ പറഞ്ഞ ആൾക്ക് അങ്ങനെ വലിയ ചുമതലയാ. കഥ കേട്ടു ആർക്കൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. ശരിയായിട്ടുള്ള ധർമ്മം ഇതാണ് എന്ന് മനസ്സിലാവണം. ഇതാണ് ഉപദേശത്തിന്റെ. സൂതൻ അത് ചെയ്യുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം പല ദിക്കിലും സഞ്ചരിച്ച് സത്സംഗത്തിൽ പങ്കെടുത്ത് ഈ ഋഷിമാര് സത്രം നടത്തുന്ന ആ സത്രശാലയിൽ വന്നു ചേർന്നു. വലിയ സന്തോഷമായി ഋഷിമാർക്ക്. വേഗം അദ്ദേഹത്തിനെ സ്വീകരിച്ചു വന്നിട്ട് പറഞ്ഞു, അജ്ഞാനധ്വാന്ത വിധ്വംസകോടി സൂര്യ സമപ്രഭ സൂത ആഖ്യായി കഥാസാരം മമ കർണരസായനം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പുറമേ ഉള്ള അന്ധകാരം ഇല്ലാതാവും. അജ്ഞാനമാകുന്ന അന്ധകാരം ഇല്ലാതാക്കാൻ ഗുരുവിന് മാത്രമേ പറ്റുള്ളൂ. ഗിരതി ഇതി ഗുരുഹു, അല്ലെങ്കിൽ ഇളതി ഇതി ഗുരുഹു. ഗുകാരസ്ത്വന്ധകാരസ്യാത് ഋകാരസ്തന്നിരോധകഃ അന്ധകാര നിരോധിത്വാത് ഗുരുരിത്യഭിധീയതേ. ഗു എന്ന് പറഞ്ഞ അജ്ഞാനമാകുന്ന അന്ധകാരം,
ഗുരു എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുന്ന ആൾ, അതാണ് ഗുരു. അല്ലെങ്കിൽ ഗിരതി ഉപദിശതി ഇതി ഗുരുഹു, അല്ലെങ്കിൽ ഇളതി അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവൻ, അതും ഗുരു. ഇങ്ങനെ ഗുരു ശബ്ദത്തിന് തന്നെ എത്രയോ അർത്ഥം. അപ്പൊ അങ്ങനെ ഗുരുവായിട്ട് ഞങ്ങൾ സ്വീകരിക്കണം. അങ്ങയുടെ പ്രത്യേകത എന്താ? അങ്ങെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്. വ്യാസഭഗവാൻ നിർമ്മിച്ച ഗ്രന്ഥങ്ങള്, മറ്റു ഋഷിമാർ നിർമ്മിച്ച് എല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്. അങ്ങക്ക് പഠിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അറിയാം. നല്ല അധ്യാപകനാണെങ്കിൽ അങ്ങനെ വേണം. അറിവുണ്ടായാൽ മാത്രം പോരാ, അറിഞ്ഞത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് വേണം. അപ്പോഴാണ് ഉത്തമ അധ്യാപകനാവുക. അങ്ങക്ക് രണ്ടും കഴിവുണ്ട്. എല്ലാം അറിയുകയും ചെയ്യാം, അറിഞ്ഞതെല്ലാം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും കഴിവുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പുണ്യം കൊണ്ടാണ് ഇത്രയും അറിവുള്ള ഒരാളെ കാണാൻ കഴിഞ്ഞ ഞങ്ങളുടെ ഭാഗ്യം. അസ്മത് ഭാഗ്യമഹിമൈവ, ഞങ്ങളുടെ ഭാഗ്യത്തിൻ്റെ മഹിമ കൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിഞ്ഞത്. എല്ലാം പറഞ്ഞു തരണം ഞങ്ങൾക്ക്. അങ്ങനെ അവിടെ വെച്ചാണ് സൂതൻ എല്ലാം പറഞ്ഞു കൊടുക്കും, എല്ലാ ചോദ്യത്തിനും. അങ്ങനെയാണ് പുരാണങ്ങളൊക്കെ. വരാഹമൂർത്തിയുടെ ചരിത്രം കേൾക്കണം എന്ന് പറഞ്ഞാൽ വരാഹപുരാണം 24,000 ശ്ലോകം ഉപദേശിക്കും. വാമനമൂർത്തിയുടെ ചരിത്രം കേൾക്കണം എന്ന് പറഞ്ഞാൽ വാമനം ദശകീർത്തിതം 10,000 ശ്ലോകം പറഞ്ഞു കൊടുക്കും. 24,000 ശ്ലോകം ശിവമഹിമ കേൾക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതങ്ങനെ പറഞ്ഞു കേൾപ്പിക്കും. ഇങ്ങനെ ലക്ഷക്കണക്കിന് ശ്ലോകം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഋഷിമാർ ചോദിക്കാം, എത്ര 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 സഹസ്രനാമങ്ങളാണ് ചൊല്ലി കേൾപ്പിച്ച്, എത്ര എത്ര മന്ത്രങ്ങളാണ് പറഞ്ഞു കേൾപ്പിച്ച്, ഏതെല്ലാം കഥകളാണ്, ഏതെല്ലാം തരത്തിലുള്ള കഥകളാണ്, സാധാരണക്കാർക്ക് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ളത്, അതിഗഹനമായിട്ടുള്ള കഥകള്. ഇത് മുഴുവൻ ഏതൊക്കെയാണെന്ന് പോലും ഓർമ്മയില്ല. എന്നിട്ട് വേണ്ട ഇത് ഓർമ്മ വയ്ക്കാൻ ഒരു മനുഷ്യന് പറ്റിയില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇതിൻ്റെ മുഴുവൻ സാരം പറഞ്ഞാൽ എന്താണ് സർവശാസ്ത്രങ്ങളുടെ സാരം? 6 ചോദ്യം ചോദിക്കുക ഒന്നാമത്തെ അധ്യായത്തിൽ. സർവശാസ്ത്രങ്ങളുടെ സാരം എന്ത് എന്നൊരു ചോദ്യം. എല്ലാം പഠിച്ച ആൾക്കേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എല്ലാത്തിൻ്റെ സാരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നത്തെ ചോദ്യം, എന്താണ് ശരിയായിട്ടുള്ള ധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കർത്തവ്യം എന്നതിനർത്ഥം. വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ. വേദങ്ങളിലെ ശാസ്ത്രങ്ങളിലൊക്കെ നമ്മളുടെ ഇന്ന ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ചെയ്യാൻ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ, വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ധർമ്മം. ചെയ്യരുത് എന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അധർമ്മം. വേദപ്രണിഹിതോ ധർമ്മ ഹ്യധർമ്മസ്തദ് വിപര്യഃ എന്നവിടെ. ഇതാണ് ധർമ്മം. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞു തരണം. എന്താണ്? വെറും ധർമ്മമല്ല, പരമമായ ധർമ്മം, അവശ്യം അനുഷ്ഠിക്കേണ്ട ധർമ്മം എന്ത്, അത് പറഞ്ഞു തരണം. പിന്നെ ഭഗവാൻ എന്തിനാ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് അവതരിച്ചത്? അതായത് കൃഷ്ണാവതാരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അങ്ങനെ മൂന്നാമത്തെ ചോദ്യം. പിന്നീട് ചോദിച്ചു, ഭഗവാന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതും പറഞ്ഞു തരണം. ഭഗവാന്റെ ശരിയായിട്ടുള്ള പ്രധാന കർമ്മങ്ങൾ എന്തൊക്കെ? പിന്നെ അവതാര ലീലകൾ, അതും പറഞ്ഞു തരണം. നാനാവതാരങ്ങൾ സ്വീകരിക്കലോ. നാനാരൂപേണ സാധുവൻ അവതരതി പരിത്രാതും അത്ര ക്ഷമായാം സർവജ്ഞ തത്ര തത്ര. അതാത് സ്ഥലത്ത് അതാത് സമയത്ത് ധർമ്മസ്ഥാപനത്തിന് വേണ്ടി ഭഗവാൻ അവതരിക്കുന്നതാണ്. അതും പറഞ്ഞു തരണം, ഭഗവാന്റെ അവതാര ലീലകൾ. പിന്നീട് ചോദിച്ചു, ഈ ധർമ്മം ഭഗവാനെ ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത്. നിന്നിരുന്നത് ഭഗവാനെ ആശ്രയിച്ച. അന്ന് ധർമ്മ വിഷയമായിട്ട് പല സംശയങ്ങൾ വന്നപ്പോൾ അർജുനൻ ചോദിച്ചു, ഉദ്ധവർ ചോദിച്ചു, അങ്ങനെ പലരും ചോദിച്ചു കൃഷ്ണന്റെ അടുക്ക് എന്താ ധർമ്മതത്വം എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ രൂപം മറച്ചു കഴിഞ്ഞില്ലേ? ഇപ്പൊ എവിടെ പോയി ചോദിക്കാനാ? കൃഷ്ണൻ ഉണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു. ഇപ്പൊ കൃഷ്ണൻ തൻ്റെ രൂപം മറച്ചു കഴിഞ്ഞു. ഇപ്പൊ എവിടെ പോയി ചോദിക്കും? ഇങ്ങനെ പ്രധാന 6 ചോദ്യങ്ങളാണ് ഋഷിമാർ ചോദിച്ചത്. അതിന് ഉത്തരം പറയുന്ന രീതിയിലാണ്. ഉത്തരം പറഞ്ഞിറങ്ങുക. വലിയ സന്തോഷമായി, നിങ്ങൾ ചോദിച്ചത് നന്നായി. അറിവുള്ളവർക്ക് അതിന് അവർ പഠിച്ച വിഷയങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ വലിയ ഉത്സാഹം പറഞ്ഞു കൊടുക്കാൻ. ആരെങ്കിലും ചോദിക്കട്ടെ എന്നിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കും പഠിച്ച ആൾക്ക്. കാരണം
അത് ഈ വിദ്യാപ്രദാനത്തിന് പ്രത്യേകതയുണ്ട്. കൊടുക്കും തോറും ഏറിയിടും എന്നാണ്. മറ്റ് ധനങ്ങളൊക്കെ എങ്ങനെയാ? കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാതാവും. വിദ്യയാകുന്ന ധനം എങ്ങനെയല്ല, കൊടുക്കും തോറുമേറിടും. കൊടുക്കും തോറും നമുക്കത് വർദ്ധിച്ചു വരും. അതുകൊണ്ട് പഠിച്ച ആൾക്കൊന്ന് മനനം ചെയ്യാനുള്ള സൗകര്യം കൂടിയാണ്. സൂതന് വലിയ സന്തോഷമായി. ഞാൻ എല്ലാം പറഞ്ഞുതരാം. ചുരുക്കത്തിൽ പറഞ്ഞു. എന്താ സർവശാസ്ത്ര സാരെന്നല്ലേ? ഭക്തി ഉണ്ടാവണമെന്നാണ് എല്ലാ ശാസ്ത്രവും പറഞ്ഞത്. ഭഗവാനിന് ഭക്തി ഉണ്ടാവണമെന്നാണ് എല്ലാ ശാസ്ത്രവും. അപ്പൊ ചോദിച്ചു, വേദാന്തങ്ങളിലൊക്കെ പരമശ്രേഷ്ഠമായ സാത്വിക ശാസ്ത്രത്തിലെ വേദാന്തത്തിലെ ഭഗവാൻ എന്നോ ഭക്തി എന്നൊന്നും പറയണില്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ അതിൻ്റെ വേദാന്തത്തിൻ്റെ ഒക്കെ സാരം ഭക്തിയാവുന്നത്? ഭഗവാനും ഭക്തി എന്ന് പറയണമെന്നില്ല. അവിടെ ബ്രഹ്മെന്നും ജ്ഞാനെന്നാ പറഞ്ഞെന്നുള്ളൂ. രണ്ട് പേര് പറഞ്ഞെന്നുള്ളൂ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ബ്രഹ്മൻ എന്ന് പറഞ്ഞാലും പരമാത്മാവ് എന്ന് പറഞ്ഞാലും ഭഗവാൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി എന്നാണ് വേദത്തിൽ പറഞ്ഞത്. സത്യമായിട്ടൊന്ന് അതിനെ പല പേരുകളിലും പറയും. പേര് മാറി എന്ന് വിചാരിച്ച് വസ്തുവിന് മാറ്റം വരില്ല. ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വച്ചിരിക്കുന്നു. പല നാട്ടിൽ നിന്നും പല രാജ്യത്തു നിന്നും വന്ന ആളുകളുണ്ട്. അവരോട് ചോദിക്കുക അതെന്താന്ന് നോക്കി പറയാൻ പറയും. ഓരോരുത്തരും പോയി നോക്കുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ചിലർ രുചിച്ചു നോക്കണു. അവരവരുടെ ഭാഷയിൽ ഉത്തരം പറയും. ഒരു 50 ആള് വന്ന് നോക്കി, 50 രാജ്യക്കാര്. അവര് 50 പേര് പറഞ്ഞു. ചെറിയൊരു പാത്രത്തിലാണ് വെള്ളം വെച്ചെങ്കിൽ, അല്ലെങ്കിൽ പാലായിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല. 50 ആൾക്കാർ 50 പേര് പറഞ്ഞു. അപ്പൊ ആരെങ്കിലും ചിന്തിക്കോ എന്തെല്ലാം സാധനങ്ങളാണ് അതിലിരിക്കുന്നത്? ആ ചെറിയ പാത്രത്തിലെ 50 വസ്തുക്കളുണ്ടോ? വാസ്തവത്തില് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു വസ്തുവിനെയാണ് ഇവരൊക്കെ പല 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 പേരുകൾ പറഞ്ഞു. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി ഇന്ദ്രം മിത്രം വരുണമഗ്നിമാഹു എന്നൊക്കെ പേരത്തി. കർമ്മികളൊക്കെ ഇന്ദ്രൻ എന്ന് പറയും, യജ്ഞം ചെയ്യാൻ. മിത്രം ചെല്ല മിത്രനായിട്ട്, വരുണനായിട്ട്, പല പേരുകളിലും. ഏത് പറഞ്ഞാലും ഏകം സത്യമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മൻ എന്നൊക്കെയാണ് വേദാന്തത്തിൽ പറയാൻ തരുള്ളൂ. ഭാഗവതന്മാര് ഭഗവാൻ എന്ന് പറയും. ഇത്ര തമ്മിൽ വ്യത്യാസമുള്ളൂ, കാര്യം ഒന്ന് തന്നെ. അതുകൊണ്ട് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം എന്നത്. ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യശ്ച എന്നൊക്കെ ഉപനിഷത്ത്. അവിടെ ആത്മാവിനെ കുറിച്ച് കേൾക്കുമെന്നാ പറയണത്. ഇവിടെ ഭഗവാനെ കുറിച്ച് കേൾക്കുമെന്നാ പറയുന്നത്. കേൾക്കാന്നുള്ളതിന് മാറ്റമില്ല, ദർശിക്കാന്നുള്ളതിന് മാറ്റമില്ല, പേരിന് മാത്രമേ ഉള്ളൂ. ആത്മാന്നുള്ളത് ഇവിടെ ഈശ്വരനാണെങ്കിൽ ഭഗവാനാണെങ്കിൽ ആണ്. ഇത്ര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സർവശാസ്ത്ര സാരം ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്താ മനുഷ്യന്റെ ശരിയായിട്ടുള്ള കർത്തവ്യം? അതറിയാൻ ഒരു വിഷമമില്ല. നമ്മൾ പല പ്രവൃത്തികളും ചെയ്തു. ഒരാള് മനസ്സിന് വലിയ സന്തോഷം തോന്നിയ എന്താ അർത്ഥം? നമ്മൾ ചെയ്ത പ്രവൃത്തി ശരിയായി. അപ്പൊ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ശരിയായിട്ടുള്ള പ്രവൃത്തികൾ, അതാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ അറിയാൻ ഒരു വിഷമമില്ല. നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്നുണ്ടോ? അതെങ്ങനെയായാലും സന്തോഷം തോന്നുന്നുണ്ടോ? ശാസ്ത്രങ്ങളിൽ പറഞ്ഞ പോലെ യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി യദാസി തത്. എല്ലാം എന്തെല്ലാം ചെയ്യുന്നുണ്ടോ? യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വാമതർപ്പണം. എല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ ചില ആചാര്യന്മാര് വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു പുരാണങ്ങളിലും പറയുന്നുണ്ട്. ഒരാചാര്യം പറയണു, ഗായത്രി മന്ത്രത്തിന്റെ സാരമാണ് ശ്രീമദ് ഭാഗവതം. തെറ്റില്ല. ഭഗവത്ഗീതയുടെ സാരമാണ് ശ്രീമദ് ഭാഗവതം. അതും ശരിയാ. ബ്രഹ്മസൂത്രങ്ങളുടെ ഒരു ഭാഷ്യമാണ്, വ്യാഖ്യാനമാണ് ഭാഗവതം. അതും എവിടെ നോക്കിയാലും കാണാം. വലിയ വലിയ ആചാര്യന്മാർ എത്രയോ സൂത്രങ്ങളെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രുതി മന്ത്രങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സാരം പറയുന്നത്. അപ്പം ഏത് നോക്കിയാലും ശരിയാ. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി. ഈ ശ്ലോകമൊക്കെ ഈ ഭാഗവതത്തിലുണ്ട്, ഭഗവത്ഗീതയിലുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ എന്താ കാരണം?
എല്ലാ ഗ്രന്ഥങ്ങളുടെയും പരമമായിട്ടുള്ള താല്പര്യം ഒന്നാണ്. ആ സനാതനധർമ്മം നമുക്ക് പറഞ്ഞു തരിക, പല രീതിയിൽ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാത്തിൻ്റെയും വ്യാഖ്യാനം തന്നെയാണ് ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ തെറ്റില്ല, ശരി തന്നെ. അതുകൊണ്ടാണ് ആചാര്യന്മാർ അങ്ങനെ പറയുന്നത്. അപ്പം എന്താണ് ശരി ധർമ്മം? നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, കുറേ കാലം ജീവിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു, മനസ്സിന് നല്ല തൃപ്തിയുണ്ട്, ഒന്നും വേണമെന്നില്ല, സജ്ജനങ്ങളുടെ സത്സംഗത്തിൽ പങ്കെടുക്കണം, പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കണം, ഭഗവത് കഥകൾ കേൾക്കണം, ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കണം, ഇങ്ങനെ മാത്രമേ ആഗ്രഹമുള്ളെങ്കിൽ എന്താ അർത്ഥം? മനസ്സ് ശുദ്ധമായി അതേവരെ ചെയ്ത പ്രവൃത്തികൾ ശരിയാണെന്ന് അർത്ഥം. അതല്ല, മനസ്സ് അത്യന്തം അസ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ടെങ്കിലോ നമ്മൾ ചെയ്ത പ്രവൃത്തിയിലൊക്കെ ചില പോരായ്മകളുണ്ട് എന്ന് അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുന്നതാണ്. അപ്പോൾ മനഃശാന്തി കിട്ടുന്ന പ്രവൃത്തികൾ, ശരിയായിട്ടുള്ള ധർമ്മങ്ങൾ. പിന്നെ കൃഷ്ണാവതാരം എന്തിനാന്ന് ചോദിച്ചു. മറ്റവതാരങ്ങളൊക്കെ ഇല്ലേ? അതുപോലെ തന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടില്ലേ, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതെല്ലാ അവതാരത്തിനും പറ്റിയിട്ടുള്ളതാണ്. എല്ലാ അവതാരങ്ങളും സ്വീകരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ എല്ലാ അവതാരങ്ങളും ഈ ആവശ്യത്തിനാണ് എന്ന് പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൃഷ്ണാവതാരവും അതിന് തന്നെ, അത് വേറെ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൃഷ്ണാവതാരം. മറ്റവതാരങ്ങളൊക്കെ അതാത് സമയത്ത് ഉള്ള അധർമ്മം ഇല്ലാതാക്കണം, ധർമ്മം സ്ഥാപിക്കുന്നതിന് മാത്രം. കൃഷ്ണാവതാരം അത് പോരാ, കലിയുഗത്തിലുള്ള ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ്. കലൗ ജനുഷ്യമാനാനാം ദുഃഖശോക തമോനുഗം 9-ാം സ്കന്ധത്തിൽ അവസാനം പറയുന്നത്. ആ സമയത്തുള്ള അവതാരത്തിന് മാത്രമല്ല, കലിയുഗത്തിലുള്ള ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടില്ല. അപ്പോൾ മറ്റൊരു യുഗത്തിലേക്ക് വേണ്ട കാര്യം കൂടി ആ സമയത്ത് വേണ്ട ചെയ്യണം, ഭാവിയിലേക്ക് കുറെ കാര്യം കൂടി ചെയ്തു വയ്ക്കണം. ഇതാ കൃഷ്ണാവതാരം. ഭഗവാന് 3 യുഗത്തിലെ ശരിക്കും അവതാരമുള്ളൂ. പൂർണ്ണാവതാരം, ശരിയായിട്ടുള്ള അവതാരം, മറ്റൊക്കെ അംശാംശമായിട്ട് അവതാരം. അതാണ് ത്രിയുഗൻ എന്നൊരു പേര് ഭഗവാൻ. ത്രിയുഗോധസത്വം പ്രഹ്ലാദന്റെ സ്തുതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഓരോ യുഗത്തിൽ ഭഗവാൻ അവതരിക്കുന്ന കാരണം 3 യുഗത്തിൽ അവതാരം. അപ്പൊ ത്രിയുഗൻ. കലിയുഗത്ത് അവതരിക്കും, അത് കൽക്കിയുടെ അവസാനം, ആ യുഗം കഴിയുമ്പോൾ അവതരിക്കുക, അവസാന ഘട്ടത്തിലാണ് അവതാരം. അതാണ് ഭഗവാൻ ത്രിയുഗൻ എന്ന് പ്രത്യേകം. അപ്പൊ കൃഷ്ണാവതാരത്തിന് ഒരു വിശേഷം. മറ്റവതാരങ്ങൾക്കൊന്നുമില്ലാത്ത അത്ഭുത ലീലകളും ഒക്കെ ആ സന്ദർഭത്തിലാണ്, കൃഷ്ണാവതാരത്തിലാണ്. എന്നാമ വിവശോ ഗൃണൻ തതസ്തദ്യോ വിമുച്യേത യത് വിഭേതി സ്വയം ഭയം. കൃഷ്ണാവതാരത്തിന് അങ്ങനെ പ്രത്യേകത. ആ നാമ ഉച്ചാരണം കൊണ്ട്, നാമശ്രവണം കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും മനുഷ്യന്റെ ഇല്ലാതാവും. അതുകൊണ്ട് അത് വിസ്തരിക്കണം എന്ന് പറയും. പിന്നീടാണ് ഭഗവാന്റെ കർമ്മങ്ങൾ എന്ത്? സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഒരേ ഭഗവാൻ തന്നെ, ഒരേ തത്വം തന്നെ, നിർഗുണനാണെങ്കിലും സഗുണനായിട്ട് തീരും ആവശ്യത്തിന് വേണ്ടി 3 രൂപം സ്വീകരിക്കും, 3 ഗുണങ്ങളെ സ്വീകരിച്ച് 3 പ്രവൃത്തി ചെയ്യും. രജോ ഗുണം സ്വീകരിക്കും. അപ്പോൾ ബ്രഹ്മദേവന്റെ പേര് ബ്രഹ്മയതി ഇതി ബ്രഹ്മ. സൂക്ഷ്മമായിട്ടുള്ള വസ്തുവിനെ വലുതാക്കി കാണിച്ചു തരുന്ന ആവുന്ന വാക്കിനർത്ഥം. ബ്രഹ്മയതി ഇതി ബ്രഹ്മ. വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവ്വത്തിലും വ്യാപിച്ച് സത്വഗുണം കൊണ്ട് പ്രകാശിപ്പിക്കുന്ന ആൾ. അപ്പോൾ വിഷ്ണു എന്ന് പേര്. ഉണ്ടായ വസ്തുക്കൾക്കൊക്കെ നാശമുണ്ട്. ഒരു വസ്തു ഇല്ലാതാവില്ല, കാണാതാവുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു വസ്തുവിനെ ഇല്ലാതാക്കാൻ പറ്റില്ല, കാണാതാവും. ഇപ്പൊ ഉള്ളത് നശ അദർശനേ എന്നാണ്. നശിതി എന്ന് പറഞ്ഞാൽ കാണാതാവുക എന്നർത്ഥം. രജോ ഗുണം, തമോ ഗുണം കൊണ്ട് അതിനെ മറച്ചു വയ്ക്കും, ഇരുട്ടുകൊണ്ട് വീണ്ടും പ്രകാശിപ്പിക്കും. ഇങ്ങനെയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാണ്. 3 പ്രവൃത്തി ചെയ്യുമ്പോൾ 3 പേര്. ഹരിവിരിഞ്ചി ഹരേതി സംജ്ഞാഹ. ഹരി എന്നും ഹരൻ എന്നും വിരിഞ്ചി എന്നൊക്കെ പേര്. 3 ഒരു നടൻ 3 വേഷം കെട്ടിയാൽ 3 പേരല്ലേ? അതുപോലെയുള്ളൂ ഭഗവാന്റെ എന്ന് പറയും. ഇതാണ് പ്രധാന കർമ്മങ്ങൾ എന്ന് മനസ്സിലാക്കിക്കോളൂ. എന്തിനാ ഈ സൃഷ്ടി നടത്തുന്നത്? നോചേ ജീവാഹ കഥം വാ മധുരതരമിതം ത്വദ്വപുശ്ചിത്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ.
ഇതിനാണ്. സൃഷ്ടി നടത്തിയില്ലെങ്കിൽ എങ്ങനെ ഈ ജീവജാലങ്ങൾ ഭഗവാനെ അവിടുത്തെ ആരാധിക്കും? കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ ഇപ്പൊ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അവിടുത്തെ. ഈ ശരീരവും ഈ സൃഷ്ടിയും ഇതൊക്കെ നടത്തിയിട്ടല്ലേ ഈ ശരീരമൊക്കെ തന്ന് കണ്ണും കാതും ഒക്കെ തന്ന കാരണമല്ലേ അവിടുത്തെ ആസ്വദിക്കാൻ പറ്റുന്നത്. ആദ്യം ചിന്തിച്ചേർന്നു ഈ സൃഷ്ടിയൊക്കെ വേണ്ടാത്താണെന്ന്. ഇപ്പൊ അങ്ങനെ ഇല്ല എന്നാണ്. കഷ്ടാതേ സൃഷ്ടി ചേഷ്ട ബഹുതര ഭവഖേദാവഹാരീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജീവയാ നൈവമദ്യാഭിജാനേ നോ ചേവാ കഥം വാ മധുരതരമിതം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. ഇതാണ് ഭഗവാന്റെ സൃഷ്ടി. എത്രയോ സൂക്ഷ്മമായിട്ട് ജീവജാലങ്ങൾ മുഴുവൻ എൻ്റെ സംസ്കാര രൂപത്തില് വാസനാ രൂപത്തില് ഭഗവാനെ തന്നെ ലയിക്കും പ്രളയകാലത്ത്. അങ്ങനെ അവിടെ കിടക്കും. ഭൂമിയുടെ അടിയിൽ ഒരു വിത്തിന്റെ അംശം കിടക്കുന്നുണ്ടെങ്കിൽ അതവിടെ കിടക്കും. മഴ പെയ്യുമ്പോൾ അത് വീണ്ടും മുളച്ചു വരും. ഇതുപോലെ ആ വിത്ത് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ മുളച്ചു വരും. ഇതുപോലെ വാസനാരൂപത്തില് ഭഗവാനിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അതില്ലാതാവണമെങ്കിൽ ശരീരം കൊടുത്ത്, നാനാ ശരീരങ്ങൾ കൊടുത്ത് അതിലിരുന്ന് സുഖദുഃഖങ്ങൾ അനുഭവിച്ച് അങ്ങനെല്ലാം തീർന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ മനുഷ്യന്മം കിട്ടും. എളുപ്പത്തിൽ ഭഗവത്പാദത്തിൽ എത്താൻ പറ്റും. ഇതാണ് മനുഷ്യന്മത്തിൻ്റെ പ്രത്യേകത. ഇതിനാണ് ജീവനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നേക്കുമായിട്ട് ഭഗവാനെ ലയിപ്പിക്കാനാണ് ഭഗവാന്റെ സൃഷ്ടിയാദി ലീലകൾ എന്ന് സാമാന്യമായിട്ടൊന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവതാര ലീലകൾ ചോദിച്ചു. ആദ്യം വിരാട് സ്വരൂപിയായിട്ട് തീരുന്നത്, സനകാദികളായിട്ട് വരുന്നത്, നാരദാദി മഹർഷിമാരായിട്ട് വരുന്നു. ഇവരൊക്കെ ലോകത്തിന് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ മത്സ്യകൂർമാദി അവതാരങ്ങള് ഒരു 22 അവതാരങ്ങളെ അവിടെ പറഞ്ഞു ജയിപ്പിച്ചു ചുരുക്കത്തിൽ. എന്നിട്ട് പറഞ്ഞു ഒന്നും ആയില്ല. അവതാരാഹി അസംഖ്യേയാഹ, അസംഖ്യാണ്, കണക്കാക്കാൻ പറ്റില്ല, അത്രയുണ്ട്. അതുകൊണ്ട് ഏതായാലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഒരു 22 അവതാരം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാ ശാസ്ത്രങ്ങളും വാസുദേവ പരാ വേദാഹ, വാസുദേവ പരാ മഖാഹ, വാസുദേവ പരാ യോഗാഹ, വാസുദേവ പരം തപഃ, വാസുദേവ പരാഹ ക്രിയാഹ, വാസുദേവ പരം ജ്ഞാനം, എല്ലാം ഭഗവാനെ കുറിച്ചിട്ടുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ പരിസമാപ്തി. നദികളൊക്കെ എങ്ങനെ ഒഴുകിയാലും ഒഴുക്ക് നിൽക്കണമെങ്കിൽ അവസാന സമുദ്രത്തിൽ ചെന്ന് ചേരണം. ഇതുപോലെ ഭഗവാനിലാണ് സർവം ചെന്ന് ചേരുക എന്ന് സാമാന്യമായിട്ട് ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ധർമ്മം ആരെ ആശ്രയിച്ച് നിൽക്കണു? കൃഷ്ണനെ ആശ്രയിച്ച് നിന്നിരുന്നു. കൃഷ്ണൻ തൻ്റെ രൂപം മറച്ചു. ഇപ്പോൾ ആരെയാ? ഇപ്പൊ ഭാഗവതത്തെയാ. ഭഗവാനെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? അവിടുന്ന് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കത് വല്ലാതെ വിഷമാവൂലോ എന്ന് ഉദ്ധവര് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എന്തായി? തിരോധായി ക്ഷണാദസ്യ, ഭഗവാൻ തൻ്റെ ചൈതന്യം ഭാഗവതത്തിലേക്ക് ആക്കിയെന്ന. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസം ആരംഭത്തിൽ ഭഗവാന്റെ വാങ്മയമായിട്ടുള്ള രൂപമാണ് ഇത് ഭാഗവതം എന്നാണ്. അപ്പൊ അന്ന് ഭഗവാന്റെ അടുക്ക ചെന്നാൽ നമുക്ക് ധർമ്മതത്വം അറിയാൻ എന്തെല്ലാം ഭഗവാൻ പറഞ്ഞു തരുമോ? ആ ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് ഈ ശ്രീമദ് ഭാഗവതം. ധർമ്മ വിഷയമായിട്ട് എന്ത് സംശയമുണ്ടോ അതൊക്കെ ഈ ശ്രീമദ് ഭാഗവതം കൊണ്ട് തീരും എന്ന് സാമാന്യമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അവസാനം സൂതൻ പറഞ്ഞു, ഋഷിമാരെ, നിങ്ങളുടെ എല്ലാ സംശയവും തീർത്തു തരാം. എല്ലാ പുരാണങ്ങളുടെ സാരമെടുത്ത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വ്യാസഭഗവാൻ ഒരു ഗ്രന്ഥത്തിലാക്കി. ഈ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന, കര കാണാ കടൽ പോലെ കിടക്കുന്ന ഈ പുരാണങ്ങളും ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇത് മുഴുവൻ എടുത്ത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വ്യാസഭഗവാൻ ഒരു ഗ്രന്ഥത്തിലാക്കി. അതിൻ്റെ പേരാണ് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം
അത് പറഞ്ഞുതരാം. എന്നാൽ ഗുരുനാഥൻ ആ ഗ്രന്ഥം നിർമ്മിച്ച് എന്നെ എല്ലാം പഠിപ്പിച്ചത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ നേരിട്ട് മുഖത്തുനിന്ന് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുത്രനെ പഠിപ്പിച്ചു. ശുഗനെയാണ് പഠിപ്പിച്ച ഭാഗവതം. ആ ശുഗബ്രഹ്മർഷി പല ദിക്കിലും പലർക്ക് ശ്രദ്ധയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരിക്കൽ ഗംഗാതീരത്ത് വന്നെത്തി. അവിടെ പരീക്ഷിത്തും അതുപോലെ എത്രയോ മഹർഷിമാര് മരണം വരെ ഉപാസന പോലെ ഉപവാസം ആയിട്ടിരിക്കുകയാണ്. പരീക്ഷിത്തും അതുപോലെ എത്ര ആൾക്കാർ, അവർക്ക് മറ്റൊന്നും ശ്രദ്ധയില്ല. ഭഗവത് കഥകൾ കേൾക്കണം, ഭഗവത് തത്വം ഉള്ളിൽ ഉറയ്ക്കണം, ഇത് മാത്രം എന്ന് പറഞ്ഞ് വലിയൊരു സദസ്സുണ്ടായിരുന്നു ഗംഗാതീരത്ത്. അവിടെ വെച്ച് ശുഗബ്രഹ്മർഷി ഈ ഭാഗവതം, സർവശാസ്ത്രസാരമായ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളായി 335 അധ്യായങ്ങള്, 11,000 ഗ്രന്ഥം. ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ 32 അക്ഷരങ്ങളുടെ പേരാണ് ഒരു ഗ്രന്ഥം. അത് ഉപദേശിക്കുമ്പോൾ അത്യന്ത ഭാഗ്യം എന്ന് പറയട്ടെ, ആ സദസ്സില് ആ ശുഗബ്രഹ്മർഷിയുടെ മുമ്പില് പരീക്ഷത്തിന്റെ സതീർത്ഥ്യനായിട്ട് എനിക്ക് ഇരിക്കാൻ കഴിയും. അത് മുഴുവൻ ഞാൻ കേട്ടു ആ ഭാഗവതം. അതങ്ങനെ കേൾപ്പിക്കാൻ നിങ്ങളെ. സോഹം വസ്രാവയിഷ്യാമി യഥാധീതം യഥാമതി. അത് ശ്രദ്ധിച്ച് കേട്ട കാരണം പരീക്ഷിത്ത ജിജ്ഞാസമായിട്ട് ചോദിച്ച ചോദ്യങ്ങളും ശുഗബ്രഹ്മർഷി അതിനുത്തരം പറഞ്ഞു. അത് ഞാൻ കേൾപ്പിക്കാന്നാണ്. വ്യാസം നിർമ്മിച്ച രീതിയിലല്ല നമുക്ക് ഭാഗവതം കിട്ടിയേക്കണേ. അത് ഏതൊരു പ്രത്യേക രീതിയിലാണ് പഠിപ്പിച്ചേക്കണേ. ശുഗബ്രഹ്മർഷി ഉപദേശിക്കുന്ന രീതിയിലാണ് ഇപ്പം നമുക്ക് കിട്ടിയേക്കണേ. പരീക്ഷിച്ചുക സംവാദം രൂപത്തിലാണ് കിട്ടിയത്. അത് നിങ്ങളെ മുഴുവനാണ് കേൾപ്പിക്കാം. എങ്ങനെയാണ്? ഞാൻ കേട്ട് പഠിച്ച അങ്ങനെ അതങ്ങനെ നിങ്ങളെ ആ ചോദ്യങ്ങളും അതിനുത്തരം പറഞ്ഞു. അതായത് എൻ്റേതായിട്ടൊന്നുമില്ല, ഞാനാ കേട്ട് ധരിച്ച്. അപ്പം അതിൽ ചിലപ്പോൾ വേണമെങ്കിൽ ചില തെറ്റുകളൊക്കെ വരാം. യഥാധീതം യഥാമതി. എങ്ങനെയാണ് എൻ്റെ ബുദ്ധി അനുസരിച്ച് ഞാൻ പഠിച്ചത്, എങ്ങനെയാണോ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കഴിവും ചിലപ്പോൾ അപ്പോഴും വല്ല തെറ്റൊക്കെ വരാം. എങ്കിൽ നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് പറയാം, നിങ്ങൾ കേട്ടോളേ. ഋഷിമാർക്ക് വലിയ സന്തോഷമായി. മറ്റെല്ലാ പുരാണങ്ങളും കേട്ട ആൾക്കാരാ. അപ്പം പിന്നെ അതിൻ്റെ സാരം പറയുമ്പോൾ വേഗം ഗ്രഹിക്കാൻ പറ്റും. എല്ലാത്തിൻ്റെ സാരമായിട്ടുള്ള ഭാഗവതം കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പം അവർ ചില സംശയം കൂടി ചോദിച്ചു. അങ്ങ് പറഞ്ഞുവല്ലോ വ്യാസഭഗവാൻ അവസാനം നിർമ്മിച്ച ഭാഗവതം. ഇന്ന് ഇത്ര വിശേഷമാണ് ഈ ഗ്രന്ഥം എന്നുണ്ടെങ്കിൽ എന്താ ഇതിന് അവസാനം നിർമ്മിച്ചത്? ഈ ഭാഗവതം ആദ്യം തന്നെ നിർമ്മിക്കരുത്. അപ്പം എപ്പോഴാണ് ഈ ഭാഗവതം നിർമ്മിച്ചത്? ഇത് നിർമ്മിക്കാനുണ്ടായ സന്ദർഭം എന്താണ്? ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാം പറഞ്ഞു തരണം. ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും എന്ന് പറയുമ്പോൾ അതിലൊരു സംശയം ഉണ്ടെങ്കിൽ അവർ വീണ്ടും ചോദിക്കും. എല്ലാ സംശയങ്ങളും തീർത്ത് അവർ പോകണം. ഒന്നും ബാക്കി വെച്ചേക്കില്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു. അപ്പം നമുക്കും അതറിയാനുള്ളൊരു അവസരം. ഭാഗവതം എന്താണെന്ന് അറിയണമെങ്കിൽ എപ്പോൾ നിർമ്മിച്ചു, എവിടെ വെച്ച് നിർമ്മിച്ചു, നിർമ്മിക്കാനുണ്ടായ സന്ദർഭം എന്താണ് എന്നൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ ഭാഗവതത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ വന്നാലോ ഈ ആധ്യാത്മിക ദുഃഖം നമ്മളെ വരില്ല. ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന് നല്ല വിചാരം ചെയ്യാം എന്നുണ്ടായിട്ടും നല്ല വിചാരം ചെയ്യാതെ വേണ്ടാത്ത വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഈ ആധ്യാത്മിക ദുഃഖം എന്ന് പറയാം. ആ ആധ്യാത്മിക ദുഃഖം നമ്മളെ ബാധിക്കില്ല. കാരണം കഥ പറയുമ്പോൾ എങ്ങനെയായാലും വരില്ല, കേൾക്കുമ്പോൾ പിന്നെയും വരും. കാരണം മല്ലക്കിലേക്കൊക്കെ മനസ്സ് വീണ്ടും പോകും. പറയുമ്പോൾ എങ്ങനെയായാലും മല്ലക്കിലേക്ക് മനസ്സ് പോവില്ല. അതാണ് പറയുമ്പോഴത്തെ പ്രത്യേകത. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം എങ്ങനെ എപ്പോൾ നിർമ്മിച്ചു, എവിടെയാണ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ ഭാഗവതത്തിലുള്ള വിശേഷം എന്താണ്, ഈ ഭാഗവതമാകുന്ന ശാസ്ത്രത്തിന് എന്താ പ്രത്യേകത എന്നത് കിട്ടും. പറയാനായിട്ട് ആരംഭിച്ചു. പരാശരൻ്റെ സത്യവരെയും പുത്രനായി ഭഗവാൻ അവതരിക്കണം. ഓരോ യുഗത്തിലും ഭഗവാന്റെ അവസാനമുണ്ട്. ഈ ദ്വാപര യുഗത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ അവതരിക്കും. അതേവരെയൊക്കെ എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കാനുള്ള ബുദ്ധി, ശക്തി, കഴിവ്, തപസ്, സത്വഗുണത്തിൻ്റെ ആധിക്യമൊക്കെ ഉണ്ടാവും. ദ്വാപര യുഗത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും അങ്ങനെയുള്ള മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും അങ്ങനെ നഷ്ടപ്പെടും. ഈ ഒരവസ്ഥയിലാവും. അപ്പോഴാണ് ഭഗവാൻ വീണ്ടും വലിയ വേദഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാൻ സൗകര്യത്തിനുമായിട്ട് വിഭജിച്ച്
പുരാണങ്ങളുണ്ട്. അതും വേണ്ട കൂട്ടത്തിലൊക്കെ വിഭജിച്ച് സാത്വികം രാജസം താമസം എന്നൊക്കെ തിരിക്കുന്നു. വലുത് ചെറുത് വൈഷ്ണവം ശാക്തേയം അങ്ങനെയൊക്കെ വേർതിരിക്കും. ഇങ്ങനെ എല്ലാം തിരിക്കും ഭഗവാൻ. ഇതൊക്കെ എല്ലാ യുഗത്തിലും എല്ലാ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലും നടക്കുന്നതാണ്. അപ്പം ഈ കഴിഞ്ഞ 28ാമത്തെ ചതുരയുഗത്തിൻ്റെ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ഇതുപോലെ അവതരിച്ചു. വേദങ്ങളൊക്കെ വിഭജിച്ചു. അത് കഴിഞ്ഞ് പഠിക്കാൻ ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിച്ചു. പുരാണങ്ങൾ അതും പഠിപ്പിച്ചു. ആൾക്കാരെ എല്ലാം ചെയ്തു. വേദാന്ത സൂത്രങ്ങൾ നിർമ്മിച്ചു. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ചെയ്തു. പക്ഷെ ഇത് എന്ത് കഴിഞ്ഞിട്ടും മനസ്സിന് തീരെ തൃപ്തിയില്ല. ഒരസ്വസ്ഥമായിട്ടിരിക്കുക മനസ്സ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മനസ്സിന് വലിയ സന്തോഷം കിട്ടും. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുക കേൾക്കുക പ്രവർത്തിക്കുക എന്തായാലും വേണ്ടില്ല, നമുക്ക് നല്ല സന്തോഷം കിട്ടും. വ്യാസഭഗവാൻ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഒരു തൃപ്തി വരുന്നില്ല. ഞാൻ എന്താ ഗുരുനാഥനെ വേണ്ട പോലെ ആരാധിച്ചില്ലേ, അല്ലെങ്കിൽ ഞാൻ ഗ്രന്ഥം നിർമ്മിച്ചില്ലേ, വല്ല തെറ്റുകളും പറ്റിപ്പോയോ, പലതും ചിന്തിച്ചു. എന്നിട്ടൊന്നും അറിയാൻ കഴിയില്ല. അപ്പോഴാണ് കൃഷ്ണസ്യ നാരദോഭ്യാഗാദാശ്രമം പ്രാഗുദാഹൃതം. സരസി നദിയുടെ പടിഞ്ഞാറ് തീരം ശമ്യാപ്രാസം. അവിടെ ഇരുന്നാണ് അവിടേക്ക് വന്നു ചേർന്നു നാരദ മഹർഷി. കൃഷ്ണന്റെ ആശ്രമത്തിലെ വന്നു ചേർന്നു. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വ്യാസൻ. ഭഗവാൻ കൃഷ്ണവർണ്ണത്തിൽ അവതരിച്ചു. അപ്പൊ കൃഷ്ണൻ എന്നൊരു പേര്. ദ്വീപിൽ ജനിച്ചപ്പോ ദൈപായനൻ എന്നൊരു പേര്. വേദങ്ങള് രസിച്ചപ്പോ വേദവ്യാസൻ എന്നൊരു പേര്. പിന്നെ ഒരു പേരുണ്ട് വേദഗുപ്തൻ. വേദത്തെ ഗോപനം ചെയ്തവൻ, രക്ഷിച്ചവൻ എന്നർത്ഥം. ഇതൊക്കെ വ്യാസന്റെ പേരുകളാണ്. അപ്പൊ കൃഷ്ണന്റെ ആശ്രമത്തില് നാരദ മഹർഷി വന്നു എന്ന് പറഞ്ഞാൽ ഇതറിഞ്ഞില്ലെങ്കിൽ അർത്ഥം പറയാൻ പറ്റില്ല. കൃഷ്ണന്റെ ആശ്രമത്തിൽ വരും. കൃഷ്ണൻ ആശ്രമമുണ്ടോ ഇവിടെ വ്യാസന്റെ അർത്ഥം. അപ്പൊ വന്നു വലിയ സന്തോഷമായി. ബ്രഹ്മദേവൻ പറഞ്ഞയച്ചു വന്നിരിക്കുക. വേഗം അദ്ദേഹത്തിനെ സൽക്കരിച്ചു. അത് ഇപ്പൊ നാരദ മഹർഷി ചോദിച്ചു, എന്താ അങ്ങ് ചെയ്ത് തൃപ്തിയില്ലാത്ത? അങ്ങ് ചെയ്ത ഏത് പ്രവൃത്തി എടുത്താലും അത്യന്തം സന്തോഷിക്കാൻ ഉള്ള വകയുണ്ട്. മഹാഭാരതം എന്നൊരൊറ്റ ഗ്രന്ഥം മതിയിലോ. അമ്നായാർത്ഥശ്ച ദർശിതാഃ ഭാരതവ്യപദേശേന യാമ്നായാർത്ഥശ്ച ദർശിതാഃ. ഭാരതം എന്നൊരൊറ്റ ഗ്രന്ഥം കൊണ്ട് വേദത്തിന്റെ പൊരുൾ മുഴുവൻ ഒറ്റ ഗ്രന്ഥത്തിലാക്കിയിട്ടുണ്ട്. 5ാമത്തെ വേദം എന്ന് പോലും പേരുണ്ട്. സർവ്വതുണ്ട്. ധർമ്മേ ചാർത്ഥേ ച കാമേ ച മോക്ഷേ ച ഭരതഋഷഭ. ഇതിലുള്ള വേണ്ടൊക്കെ ഈ ഭാരതത്തിലുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ അങ്ങയുടെ പ്രവൃത്തി. പിന്നെ വേദങ്ങൾ വിഭജിക്കുക, മറ്റ് പുരാണങ്ങളുടെയൊക്കെ വിഭജനം, ചുരുക്കേണ്ട ചുരുക്കിക്കൊണ്ട് വിസ്തരിക്കേണ്ട വിസ്തരിച്ച് വേദാന്ത സൂത്രങ്ങൾ നിർമ്മിച്ച് എല്ലാവർക്കും വേണ്ട അങ്ങ് ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് എന്താ തൃപ്തിയില്ലാത്ത? അസ്ത്യേവ മേ സർവമിദം ത്വയോക്തം തഥാപി നാത്മാ പരിദുഷ്യതേ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. അങ്ങ് പറഞ്ഞൊക്കെ ശരിയാ, ഇതൊക്കെ ഞാൻ ചെയ്തു. എന്നിട്ടും മനസ്സിൽ തൃപ്തി വരില്ല. എൻ്റെ അതൃപ്തിക്ക് കാരണം എന്താന്ന് അങ്ങ് തന്നെ അഗാധബോധനാണ്. അങ്ങയുടെ അറിവിൽപ്പെടാത്ത ത്രൈലോക്യത്തിലൊന്നുമില്ല. അതുകൊണ്ടെല്ലാം പറഞ്ഞു തരണം. ഇത് പറയാനാണ് വന്നേക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, യഥാധർമാദയശ്ചാർത്ഥാഃ മുനിവര്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിതാഃ. മറ്റ് പല ധർമാധർമ്മങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് വിശദീകരിച്ചു. പക്ഷേ ഭാഗവത ധർമ്മങ്ങൾ, അതായത് ഭഗവാനെ കുറിച്ച് വേണ്ടത്ര അങ്ങ് പാടിയിട്ടില്ല. ഇതാണ് അങ്ങേക്ക് വന്ന പോരായ്മ. അങ്ങ് ചിന്തിച്ചു നോക്കൂ. ഓരോ കഥകൾ പറഞ്ഞത് എത്ര അധ്യായങ്ങളാ. സ്കന്ദപുരാണത്തിന് 50 അധ്യായം എടുത്തില്ലേ അങ്ങ് ഹരിശ്ചന്ദ്രന്റെ ചരിത്രം പറയാൻ? അതിൽ ഭഗവാന്റെ ധർമ്മം വല്ലതും പറഞ്ഞിട്ടോ? ഒന്നും പറഞ്ഞില്ല. 50 അധ്യായങ്ങൾ ഹരിശ്ചന്ദ്ര ചരിത്രം സ്കന്ദപുരാണത്തിൽ. ഇങ്ങനെയാണ് 50, 20, 30 ഒക്കെ അധ്യായങ്ങളിൽ ഓരോന്ന് പറയും. ഭഗവാന് സമർപ്പിക്കൂ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്നാൽ വേണമെങ്കിൽ ചിന്തിച്ചു നോക്കിയാൽ ഭഗവാൻ സമർപ്പിക്കാൻ വേണ്ടെന്ന് അറിയും. അത് മറ്റു യുഗത്തിലുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. കലിയുഗത്തിലുള്ള ആളുകൾക്ക് ഇന്നെ ചെയ്യൂ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. വ്യംഗ്യമായിട്ട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് വേണം?
നാരായണായേതി സമർപ്പയേ തതെന്ന് മറ്റെങ്ങും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ മാത്രമേ തൃപ്തി വരൂ. അത് പറഞ്ഞാലേ അവർ ചെയ്യുള്ളൂ. അത്ര അറിയാവുന്ന കഴിവുള്ള ബുദ്ധിശക്തിയുള്ളവർക്ക് വരാൻ പോകുന്ന അതിഭയങ്കരമായിട്ടുള്ള കലിയുഗത്തിൽ വേണ്ട ആൾക്കല്ലേ അങ്ങനെ ഈ ഉപദേശം. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും, വ്യംഗ്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് മാത്രം വർണ്ണിക്കുന്ന, ഭഗവാൻ പറഞ്ഞ ധർമ്മങ്ങളെക്കുറിച്ച് മാത്രം വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥം നിർമ്മിക്കൂ. അപ്പൊ അങ്ങയുടെ അവതാര കൃത്യം പൂർത്തിയാവും. അതിനു വേണ്ടി അവതരിച്ച ആളാണ് അങ്ങ്. ഈ ആവശ്യത്തിന് വേണ്ടി അവതരിച്ച ആളാണ്. അതുകൊണ്ട് ഇതേവരെ നിർമ്മിച്ച ഗ്രന്ഥം മുഴുവൻ വെറുതെ എന്നല്ല അർത്ഥം. ഇതുവരെ നിർമ്മിച്ച മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയാലേ ആൾക്ക് അറിയേണ്ടത് അറിയാൻ പറ്റും. ഈ കലികാലത്ത് അങ്ങ് പറ്റുമോ അതൊക്കെ മനസ്സിലാക്കാൻ? മഹാഭാരതം ഒരു പ്രാവശ്യം മുഴുവൻ വായിക്കുക. എത്ര ആളുണ്ടാവും? വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ ഓരോ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുന്നല്ലാണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഒന്നും വായിച്ചിട്ടുണ്ടാവില്ല. ഇനി അഥവാ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് എന്ത് പ്രയോജനം? എത്രയോ ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഒരു പുരുഷായുസ് കൊണ്ട് പറ്റില്ല. അപ്പം അങ്ങയുടെ മഹാഭാരതം എത്രയ്ക്ക് ഉപകാരമായിട്ടുണ്ട് ലോകത്തിൽ, അതുകൊണ്ട് പറ്റില്ല. 84,000 ശ്ലോകമുള്ള സ്കന്ദപുരാണം, 55,000 ശ്ലോകമുള്ള പത്മപുരാണം, ഇങ്ങനെ ഇറങ്ങിയ എല്ലാത്തിൻ്റെയും കഥ അതാ. വായിച്ച് മനസ്സിലാക്കാൻ വിഷമം. അതുകൊണ്ട് എന്ത് വേണം? ഇതേവരെ നിർമ്മിച്ച എല്ലാ ഗ്രന്ഥങ്ങളിലും ആയിട്ട് എവിടെ എവിടെ ഭാഗവധർമ്മം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എടുത്ത് ഒരു ഗ്രന്ഥത്തിലാക്കാം. ഒരു 12 സ്കന്ധവും 335 അധ്യായവും ഒരു 11,000 ഗ്രന്ഥമൊക്കെ ഉണ്ട് ഒറ്റ ഗ്രന്ഥത്തിലാക്കാം. ഒരു 7 ദിവസം കൊണ്ട് വേണമെങ്കിൽ മനനം ചെയ്യാൻ പറ്റും, പാരായണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു ഗ്രന്ഥമാക്കി തീർക്കാം. അപ്പം അതിന് ഭാഗവതം എന്ന് പേര് പറയും. ഇതേവരെ നിർമ്മിച്ച ഗ്രന്ഥത്തിനൊന്നും പുരാണങ്ങൾ ചിന്തിച്ചു നോക്കൂ, അങ്ങനെ എന്താ പേരിട്ടേക്കണേ? അഗ്നിപുരാണം, വായുപുരാണം, കൂർമ്മപുരാണം, സ്കന്ദപുരാണം, പത്മപുരാണം, ഇങ്ങനെ പേരില്ല. ഒറ്റ എണ്ണത്തിന് ഭാഗവതം എന്ന് പേരില്ല. കാരണം ഭാഗവതം എന്ന പേര് കൊടുക്കാൻ അർഹതയില്ല. ഭഗവാനെ സംബന്ധിക്കുന്നതാവണം, അല്ലെങ്കിൽ ഭാഗവതന്മാരെ സംബന്ധിക്കുന്നതാവണം, എന്നാലേ ഭാഗവതമാവണം. ഭഗവാനെ സംബന്ധിച്ച് ഭാഗവധർമ്മത്തെ പറയുന്നത് അർത്ഥം. അപ്പം ഭാഗവതം എന്ന പേര് വരും. വരാൻ പോകുന്ന കലിയുഗത്തിലുള്ള ആൾക്ക് വലിയ ഉപകാരമായിട്ട് തീരും ആ ഗ്രന്ഥം നിർമ്മിച്ചാൽ. ഇതാണ് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമൊക്കെ അതിൽ വേണം. ഒറ്റ ഗ്രന്ഥം മതി. അത് നിർമ്മിക്കാത്ത കാരണമാണ് അങ്ങക്ക് തൃപ്തി വരാത്തത്. ചെയ്യേണ്ട മുഴുവൻ ചെയ്തു കഴിഞ്ഞാലേ തൃപ്തി വരുള്ളൂ. ഈ ഭാഗവത രചനയാണ് അങ്ങയുടെ പരമമായിട്ടുള്ള കർത്തവ്യം. ഇനി ഭഗവത് കഥകൾക്ക് വലിയ വലിയ ധർമ്മങ്ങളൊന്നും മറ്റു യുഗത്തിൽ വരാൻ പോകുന്ന യുഗത്തിൽ അനുഷ്ഠിക്കാൻ പറ്റില്ല കലികാലത്ത്. അതുകൊണ്ട് എളുപ്പത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുന്ന ഭാഗവധർമ്മങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഭഗവത് കഥകൾക്ക്, ഭാഗവധർമ്മങ്ങൾക്ക് അങ്ങനെ എല്ലാ ക്ലേശങ്ങളും തീർക്കാനുള്ള കഴിവുണ്ടോ? വേറെ ഒന്നും വേണ്ട, എൻ്റെ തന്നെ കഥ പറഞ്ഞ് കേൾപ്പിക്കാം. നാരദ മഹർഷി ആത്മകഥ പറയുന്നുണ്ട്. പൂർവ്വജന്മത്തിൽ ഞാൻ ഉപപരിഹണം എന്നൊരു ഗന്ധർവനാർന്നു. അപ്പൊ എനിക്ക് നല്ല പാടാനുള്ള കഴിവുണ്ട്. ഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ ദേവവർഗത്തിൽപ്പെട്ടതാ. അപ്പൊ എനിക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, നല്ല സൗന്ദര്യം, പാടാനുള്ള കഴിവ് എല്ലാം ഉണ്ട്. ഇത് കിട്ടിയപ്പോ ഞാൻ അഹങ്കരിച്ചു. ചില ഋഷിമാരെ ഞാൻ പരിഹസിച്ചു സഭയിൽ വെച്ച്. അവരെ കണ്ടപ്പോൾ പ്രാകൃതന്മാര്, ഒരു സൗന്ദര്യമില്ല, പാടാൻ അറിയില്ല, എന്തൊക്കെയോ ചില മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ എന്നവരെ പരിഹസിച്ചു. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് തീരാൻ വേണം. എന്തുണ്ടെങ്കിലും പാടാനുള്ള കഴിവുണ്ടെങ്കിൽ പാടിക്കേൾപ്പിച്ച് മറ്റുള്ളവരെ ഭഗവത് കഥകൾ പാടിക്കേൾപ്പിച്ച് സന്തോഷിപ്പിക്കണം. കഥ പറയാൻ കഴിവുണ്ടെങ്കിൽ ഭഗവത് കഥകൾ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കണം. ഇങ്ങനെയെല്ലാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാം. ഞാൻ വിവേകം നഷ്ടപ്പെട്ട് അവരെ പരിഹസിച്ചു. അപ്പൊ അവര് എനിക്കൊരു ശിക്ഷ തന്നു. ശപിച്ചു എന്നുള്ള വാക്കാണ് പുരാണത്തിൽ കാണുക. തെറ്റ് ചെയ്തതിന് ശിക്ഷ കൊടുക്കണതിന് പുരാണങ്ങളിൽ ശാപം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ. ഇതറിഞ്ഞില്ലെങ്കിൽ വസിഷ്ഠൻ ശപിക്കണോ, വിശ്വാമിത്രൻ ശപിക്കണോ, നാരദൻ ശപിക്കണോ, എല്ലാവരും ശപിച്ചുകൊണ്ട് നടക്കാൻ തോന്നും. ആ വാക്ക് മലയാളത്തെ രീതിയിലല്ല, ആ രീതിയിൽ ചീത്ത പറയാന്നുള്ള അർത്ഥത്തിലല്ല. തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷ കൊടുക്കാവുന്ന അർത്ഥത്തിലാണ് പുരാണത്തിൽ ശപിക്കുക. എവിടെ ശാപം കിട്ടിയാലും ഒരു ശാപമോക്ഷം കാണാറില്ലേ? രണ്ടാമതൊരു ശാപം കിട്ടിയ ചരിത്രമുണ്ടോ? എവിടെയെങ്കിലും ഇല്ല. ശിക്ഷ വേണ്ട പോലെ ആയാൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കില്ല. ആ ചെയ്ത ആൾക്ക് ബോധ്യമാണോ താൻ തന്നെ ചെയ്തതിൻ്റെ ഒരു ശിക്ഷയാണ് തന്നെ ശുദ്ധീകരിക്കാനാണെന്ന്
ആ തെറ്റ് ചെയ്ത ആൾക്ക് ബോധ്യം വരുത്തണം. എന്നാൽ പിന്നെ ആ തെറ്റ് ആവർത്തിക്കില്ല. ഋഷിമാർ കൊടുക്കുമ്പോൾ ശിക്ഷ വേണ്ട പോലെയോ. എനിക്കൊരു ശിക്ഷ കിട്ടി, അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരനാഥ സ്ത്രീയുടെ ഒരനാഥ ബാലനായിട്ടാണ് എൻ്റെ ജനനം. അങ്ങനെ അമ്മ എന്നെയും കൊണ്ട് നടക്കുമ്പോൾ ഒരു വലിയ പണക്കാരൻ്റെ ഗൃഹത്തിൽ ചെല്ലുന്നു, അവിടെ താമസിക്കുന്നു. ചാതുർമാസ്യം വ്രതം അനുഷ്ഠിക്കാൻ ചില ഋഷിമാർ വരുന്നു. ഭാഗ്യം കൊണ്ട് അവരെ പരിചരിക്കാൻ എന്നെ ഏൽപ്പിച്ചു. 5 വയസ്സായിട്ടുള്ളത് അവരെ പരിചരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ശ്രദ്ധ കണ്ടപ്പോഴോ അവർ കഥകളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടും അങ്ങനെ കഴിഞ്ഞുപോയി. കുറേ ദിവസം കഴിഞ്ഞു, അവരെ വെറുതെ കാലം കഴിഞ്ഞു. ഞങ്ങൾ പോവാ ഉണ്ണീന്ന് പറഞ്ഞു. അവർ പോവാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാതെ വിഷമായി. എന്നെ കൊണ്ടുപോകണം. നീ പോയി കഴിഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് വിഷമാവില്ലേ? അമ്മയെ കരയിപ്പിക്കരുത്. അമ്മമാരെ കരയിപ്പിക്കാന്നുള്ളത് പ്രായശ്ചിത്തമില്ലാത്തൊരു പാപമാണ് കേട്ടോ. നമ്മളെടുത്ത് വളർത്തിയതല്ലേ. നമ്മുടെ സർവ്വ ഐശ്വര്യങ്ങൾക്ക് മൂലം അവരല്ലേ. അവരെ പ്രാർത്ഥന. ഏതൊരമ്മ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാവുക? എല്ലാ അമ്മമാരും എത്രയാ ഭഗവാനെ ധ്യാനിക്കുന്നേക്കാൾ കൂടുതൽ തൻ്റെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരോട് നമ്മൾ അതിൻ്റെ ആ കൃതജ്ഞത കാണിക്കണ്ടേ? അവർക്കൊരു വിഷമം വരാതെ നോക്കണം. ഇങ്ങനെയൊക്കെയാ ഉപദേശം. ഇതെല്ലാ കാലത്തും കേൾക്കണവർക്ക് മുഴുവൻ വലിയൊരു പാഠമാണ്. ഇതാണ് പുരാണങ്ങളുടെ പ്രത്യേകത. ഓരോ സന്ദർഭങ്ങളുണ്ടാക്കി എന്നും നമ്മൾ അനുഷ്ഠിക്കേണ്ടത് മാത്രമല്ല, അവശ്യം അനുഷ്ഠിക്കേണ്ടത്. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ എല്ലാവരും അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളാണ് കഥാരൂപത്തിൽ അവതരിപ്പിക്കണേ. അതുകൊണ്ടാണ് നിത്യം കേൾക്കൂ എന്ന്. കൃഷ്ണൻ എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നത് എന്ന് അറിയാനായിട്ട് നാരദ മഹർഷി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ എന്താ കാണുന്നത്? ഇതിഹാസ പുരാണാനി ചെന്നൊന്തം മംഗളാനിച. ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ ഇതിഹാസ പുരാണങ്ങള് ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുക. ഒരാൾ വ്യാഖ്യാനിക്കണു, ഭഗവാൻ അത് കേട്ടുകൊണ്ടിരിക്കണം. എന്താ പഠിപ്പിക്കുന്നത്? ഇങ്ങനെ വേണം. നല്ല നല്ല ഗ്രന്ഥങ്ങൾ. എത്രയോ ആൾക്കാർ സമയം വെറുതെ കളയണം. ഒരല്പസമയെങ്കിലും ഒരധ്യായെങ്കിലും ഭഗവത്ഗീത ആയാലും രാമായണ ആയാലും ഭാഗവതാണെങ്കിലും, അല്ലെങ്കിൽ ശ്ലോകാർത്ഥം ശ്ലോകപാദം വാന്ന പഠിക്കണം. ഒരു ശ്ലോകമോ ഒരു ശ്ലോകത്തിൻ്റെ ഒരു പകുതിയെങ്കിലും നിങ്ങളൊന്ന് കേൾക്കുമെന്നാണ്. അപ്പം എത്ര വലിയ എന്താ കാരണം? അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വല്ലതും കിട്ടുമെന്നാണെങ്കിൽ തൽകഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിൽ പോലും വേദത്തിന്റെ വ്യാഖ്യാനമാണെന്നാ പറഞ്ഞേക്കണേ. ഭാഗവത ആദ്യം തന്നെ പറയാം, തൽകഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ. ഇങ്ങനെയാണ് നമ്മളെ ബോധിപ്പിക്കുന്നത്. അങ്ങനെ അവരുടെ എന്നെ അമ്മയ്ക്ക് വിഷമാവെന്ന് പറയുമ്പോൾ എനിക്ക് വയ്യ, അമ്മയെ വിട്ടുപോകാൻ വയ്യ. ഋഷിമാരെയും കാണും. അങ്ങനെ അവരെ പാദത്തിൽ നമസ്കരിച്ചു. അവരെന്നെ അനുഗ്രഹിച്ച് പോയി. പിന്നെ ഒരു ദിവസം ഒരു സർപ്പത്തിനെ ചവിട്ടി അമ്മയ്ക്ക് മരണം സംഭവിച്ചു. ഞാൻ ആദ്യം ദുഃഖിച്ചെങ്കിലും അമ്മയുടെ കർമ്മമാണല്ലോ ശരീരത്തെ നിലനിർത്തുന്നത്. കർമ്മം ഉടങ്ങിയതാന്ന് വിചാരിച്ചു. അമ്മയെ ഭഗവാൻ അനുഗ്രഹിച്ചായിട്ട് വിചാരിച്ച് ഋഷിമാരെ കാണാൻ പോയി. വലിയ കാട്ടിനടുക്കെത്തി വിശപ്പ് ദാഹമായി. കുറച്ച് വെള്ളമൊക്കെ മുക്കി കുടിച്ച് ചില പഴങ്ങളൊക്കെ തിന്നിരിക്കുക. ഭഗവാന്റെ സുന്ദര രൂപം കാണാൻ കഴിഞ്ഞു. പെട്ടെന്ന് കാണാതായി. ഞാൻ കരഞ്ഞപ്പോ ഒരശരീരി, ഈ ജന്മത്തിൽ നിനക്ക് ഇത്ര നേരം എന്നെ കാണാൻ ഭാഗ്യമുള്ളൂ. ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ എന്നിൽ നിന്ന് മനസ്സും മാഞ്ഞു പോയില്ല, എന്നിൽ മനസ്സിരിക്കും. അപ്പൊ അടുത്ത ജന്മത്തില് മജ്ജനതാം അസി, എൻ്റെ ഭക്തനായിട്ട് ജനിക്കാൻ പറ്റും. ഇതാണ്. പിന്നെ ഞാൻ എങ്ങനെ ജീവിച്ചു? ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ നാമാന്യനന്ദസ്യ തത്ര പഠൻ. ലജ്ജ വിട്ട് നാമം ജപിച്ച് അങ്ങനെ ഈ ശരീരം വിട്ടു പോയി. പിന്നെ ആ കൽപ്പം കഴിഞ്ഞ് ബ്രഹ്മാവൻ സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോഴോ ബ്രഹ്മപുത്രനായിട്ട് ജനിക്കാൻ കഴിഞ്ഞു. ഭഗവാൻ തന്ന വീണയുണ്ട്. ഇതിന്റെ കമ്പികളിൽ കാറ്റടിച്ച് തട്ടിയാൽ പോലും നാമങ്ങളുണ്ടാവും. ആഹൂത ഇവമേ ശീഘ്രം ദർശനം യാതി ചേതസി. ഭഗവാൻ അപ്പൊ ദർശനം തരും. ഇങ്ങനെ ഉയരാൻ കഴിഞ്ഞ എങ്ങനെയാ? കുറച്ച് ദിവസം സജ്ജനങ്ങളുടെ മുഖത്തുനിന്ന് ഭഗവത് കഥ കേട്ടു, അത്രയുള്ളൂ. അപ്പൊ ഭഗവത് കഥയ്ക്ക് എത്ര ശക്തിയുണ്ട്! എത്ര അധപ്പതിച്ച ആളെയും എന്തെല്ലാം ദുരിതമുള്ള ആളെയും ശുദ്ധീകരിക്കാൻ ഭഗവത് കഥകൾക്ക് കഴിവുണ്ട്. അതുകൊണ്ട് അങ്ങ് ഭഗവത് കഥകൾ മാത്രം പാടുന്ന ഒരു ഗ്രന്ഥം നിർമ്മിക്കൂ, എല്ലാ ശ്രേയസ്സും ഉണ്ടാവും എന്ന്
എന്ന് ഉപദേശിച്ച് അനുഭവ കഥ പറഞ്ഞ് കേൾപ്പിച്ച് ആത്മകഥ പറഞ്ഞ് കേൾപ്പിച്ച് അവിടെ പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഭാഗവതം നിർമ്മിക്കണമെന്നാണ്. തുറന്നുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം 5 മണിക്കുള്ള അനുസ്മരണത്തിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ അനുസ്മരിക്കാം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി ശരണം മേ തവ ചരണയുഗം മോഹിനി സുന്ദരേ മോഹന രൂപ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം. ഹരേ രാമ 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 ഹരേ ഹരേ.